ഹരേ ഹരേ കൃഷ്ണ, കൃഷ്ണ. ഏതാണ് അടുത്ത ശ്ലോകം എന്ന് ഓർമ്മയുണ്ടോ? 55 പ്രഭു? ഞാൻ ഇട്ടിരിക്കുന്ന ശ്ലോകം തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് എടുത്തത് ഓൾറെഡി. 54 എടുത്തു. 49 പ്രഭു എടുക്കേണ്ടത്. അല്ലല്ല, ഇനി 49. 49 49 49. 49. ഞാന് ഇവിടെ എന്താ പറഞ്ഞ ഓഫീസിൽ ഇരുന്ന് തിരക്കിന്റെ ഇടയിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടപ്പോൾ വീണ്ടും എടുത്ത ശ്ലോകം തന്നെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് 49. ശരിയല്ലേ? സോറി. ഒന്നുകൂടെ നോക്കിയോ ആന്ന് ആരെങ്കിലും ശരിയാ. എഴുതി വെച്ചിട്ടുള്ളവര്. ഉണ്ട് 48 വരെ എടുത്ത്. അതെ, അപ്പൊ നമുക്ക് 49 ശ്ലോകം എടുക്കാം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം ശ്ലോകം 49. ദൂരേണാഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയാ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ. ദൂരേണാഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയാ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയാ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ പ്രഭു. ദൂരേണ ഹവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. ധനഞ്ജയ, ഹേ ധനഞ്ജയ, അവരം ഹി നികൃഷ്ടമായ കർമ്മ പ്രവൃത്തിയെ ബുദ്ധിയോഗ കൃഷ്ണാവബോധത്താൽ ദൂരേണ ഏറ്റവും ദൂരെ ഉപേക്ഷിക്കുക. അതുകൊണ്ട് ബുദ്ധൗ ഈ ബോധത്തിൽ ശരണം ആശ്രയം അന്വേഷിക്കുക. ഫലഹേതവ ഫലേച്ഛയേക്കാൾ കൃപണ പിശുക്കന്മാരാണ്. ശ്രീലപ്രഭാതരുടെ വിവർത്തനം ഭാവാർത്ഥം ചെയ്ത് ശ്രീലപ്രഭാത്. അല്ലയോ ധനഞ്ജയ, ജുഗുത്സാപകമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. അപ്പൊ നമ്മള് കർമ്മയോഗത്തിൽ, ശരിക്കും കർമ്മയോഗം എന്ന് പറഞ്ഞാൽ 3-ാമത്തെ അധ്യായത്തിൽ പറയേണ്ട കുറെ കാര്യങ്ങൾ. അതായത് അതുകൊണ്ടാണ് ഈ 2-ാം അധ്യായത്തിന് ഗീതാവിഷയ സംഗ്രഹം എന്ന് പറയുന്നത്. അല്ല, മൊത്തത്തിലുള്ള എല്ലാ ടോപ്പിക്കും കുറെ ഇവിടെ കവർ ആയിട്ടുണ്ട്. ഭഗവാൻ ഒരു സമ്മറി പറയുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സവിതാ മാതാജി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ കർമ്മത്തെ പറ്റി ഇങ്ങനെ കർമ്മയോഗം മുഴുവൻ കിടക്കുവാണ്. പിന്നെ സന്യാസ കർമ്മ അല്ല പിന്നെ കൃഷ്ണാവബോധത്തിൽ കർമ്മം എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ അധ്യായം കിടക്കുകയാണ്. അപ്പം അതിനു മുൻപ് ഇവിടെ ഒരു സമ്മറി പറയുന്നതാണ് കർമ്മത്തെ. അതായത് നമ്മൾ ആദ്യം മുഴുവൻ ആത്മാവിനെ പറ്റി പറഞ്ഞു, ആത്മാവിന്റെ സ്വഭാവ സവിശേഷതകള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നമ്മള് ഫലേച്ഛ ഇല്ലാത്ത കർമ്മം, കർമ്മണ്യവാധികാരസ്യ എന്ന് പറഞ്ഞ ആ ശ്ലോകം എത്ര പേര് അത് കാണാൻ പഠിച്ചു? ആരെങ്കിലും ഇത് കാണാൻ പഠിച്ചോ? കാണാതറിയാം. അറിയാം അറിയില്ലല്ലേ? പ്രഭു. സാറിയില്ല. ഇനി അത് നോക്കിക്കോണം. ഞാൻ പറഞ്ഞില്ല, ചില ശ്ലോകങ്ങളൊക്കെ നമ്മളത് കാണാതെ പഠിക്കണം. ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ എവിടെയാണത് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിലെ ഇത്രാമത്തെ ശ്ലോകം, 2-ാമത്തെ അധ്യായത്തിലെ ഇത്രാമത്തെ ശ്ലോകം. അപ്പൊ ഏത് ശ്ലോകമായിരുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത 47-ാമത്തെ ശ്ലോകം. 47-ാമത്തെ ശ്ലോകം. കർമ്മണ്യവാധികാരസ്യ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭിർ മാതേ സംകസ്ത കർമ്മണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം. അതായത് നമ്മൾ നിയതകർമ്മം നിർവഹിക്കുക, അതിന്റെ ഫലത്തിൽ കാംക്ഷിക്കരുത് എന്ന് പറയുന്ന ആ ശ്ലോകമാണ് അല്ലേ? അപ്പൊ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ശകലം വ്യത്യാസപ്പെടുത്തി ഹേ ധനഞ്ജയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അർജുനന് ഇവിടെ ധനഞ്ജയ എന്നുള്ള പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ജുഗുത്സഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക. നമ്മൾ ഭക്തിയുത സേവനം ചെയ്ത് നമ്മൾ എന്താണ് ഈ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളെയൊക്കെ തന്നെ
നമ്മൾ അകറ്റി നിർത്തുക. നമ്മൾ അത് ചെയ്ത് 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 പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ മാത്രമേ, പറ്റിയത് സേവനം പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അരുതാത്ത കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ടൊന്ന് മടിക്കും. ചെയ്യണോ ചെയ്യണോ വേണ്ടയോ, ചെയ്യണോ വേണ്ടയോ എന്ന് 50-50 ഇങ്ങനെ വിചാരിച്ചിരിക്കും. അയ്യോ അത് ചെയ്യണോ വേണ്ടയോ, ഇത് പാപമല്ലേ. അപ്പൊ ഉള്ളിൽ നിന്നൊരു മനസാക്ഷി എന്ന് പറഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കത്തില്ല. അപ്പൊ ഭഗവാന്റെ കൃപ നമുക്കുണ്ടാകും അല്ലെ, അത് ചെയ്യണോ വേണ്ടയോ വേണ്ടയോ എന്നുള്ള ഇത് വരുമ്പോൾ ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക അല്ലെ. ഈ ഒരു ബോധത്തോടു കൂടി ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എനിക്ക് നല്ല ബുദ്ധി തോന്നിച്ചു തന്നു, അങ്ങനെ ആ ഭഗവാനെ അപ്പൊ ഭഗവാന് നന്ദി പറഞ്ഞിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക. നിന്റെ കൃപ കൊണ്ട് ഞാൻ തെറ്റുകളിലേക്ക് പോയില്ല, ഈ തെറ്റായ കർമ്മം ചെയ്യാനായിട്ട് എനിക്ക് തോന്നിച്ചില്ല, അതുകൊണ്ട് നിനക്കതിന് കൊടാനുകോടി പ്രണാമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുക. അങ്ങനെയുള്ള ശരണം പ്രാപിക്കുന്നവർ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുകയാണ്. ഓക്കെ, ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യുവാണ്. അതായത് ചിലപ്പോൾ നമുക്ക് കാണത്തില്ലേ, പൂച്ച പാല് കുടിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിരിക്കുന്ന, അല്ലെ ആരും കണ്ടില്ല എന്നുള്ള ധാരണയില്ലേ, നാട്ടിലൊക്കെ കാണാമല്ലോ അല്ലേ. പൂച്ചയുടെ വിചാരം ആരും കണ്ടിട്ടില്ല എന്നാണ്, കണ്ണടച്ച് പാല് കുടിച്ചു കഴിഞ്ഞാൽ ആരും കാണില്ല എന്നാണ് വിചാരിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കർട്ടൻ ഇട്ടിട്ട് അതിന്റെ മറവില് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരും കണ്ടില്ല, ഞാൻ ഒരു ക്ലീൻ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് നമ്മളെ തന്നെ ധരിപ്പിച്ചത് കൊണ്ടോ നമ്മൾ പൊതുസമൂഹത്തെ ധരിപ്പിച്ചത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല. കാരണം എന്താണ്, നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ് സർവ്വതിനും സാക്ഷിയാണ്. പിന്നെ അഷ്ടദിക് പാലകന്മാര് എല്ലാത്തിനും സാക്ഷിയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രഭുവിന്റെ പിന്നെ ശിക്ഷാഗുരു രവി ഗൗരാംഗ പ്രഭു ആണോ? അതെ അതെ, ഇന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തു ഞാൻ. എവിടെ വെച്ചിട്ടായിരുന്നു? അത് പിന്നെ നമ്മുടെ കരമന. അവൻ ജിമ്മിലായിരിക്കും വിളിക്കില്ല. അവൻ നേരത്തെ ജിമ്മിൽ പോയിട്ട് എടുത്തോളുന്നു. നേരത്തെ ഇറങ്ങി ജിമ്മിൽ പോയിട്ട് എടുത്തോളാം. ഹരേ കൃഷ്ണ. അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അപ്പൊ അങ്ങനെയുള്ളവർ കൃപണരാണ്. അതായത് കൃപണരായിട്ടുള്ള ആൾക്കാരെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കൃപണരെന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് അവര് എന്താണ്, മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് കൃപണര് അല്ലെങ്കിൽ പിശുക്കന്മാര്. അപ്പൊ നമ്മൾ ഇതിന്റെ ഭാവാർത്ഥം നമുക്ക് നോക്കാം വിശദമായിട്ട്. ഇതിനെപ്പറ്റി ശ്രീലപ്രഭുപാദർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഭാവാർത്ഥം പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസ്യമാണെന്ന് മനസ്സിലാക്കിയവർ കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മത്തിൽ മാത്രം ഏർപ്പെടുന്നു. മുമ്പ് പറഞ്ഞ പോലെ അതീന്ദ്രിയവും ഭക്തിപൂർണവുമായ ഭഗവത് സേവനമാണ് ബുദ്ധിയോഗം. അങ്ങനെയുള്ള ഭക്തിയുത സേവനമാണ് ജീവാത്മാക്കളുടെ ശരിയായ പ്രവർത്തന പദം. അധികം ഭൗതിക ബന്ധങ്ങളിൽ കുടുങ്ങുവാൻ വേണ്ടി മാത്രം സ്വകർമ്മങ്ങളുടെ ഫലം പിശുക്കന്മാർ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നവയൊഴികെ എല്ലാ കർമ്മങ്ങളും നികൃഷ്ടങ്ങളാണ്. അവ ജനന മരണ ശൃംഖലയിൽ മനുഷ്യനെ തുടരെ തളച്ചിടുന്നു. അതുകൊണ്ട് കർമ്മത്തിന് ഹേതുഭൂതനാകാൻ ആരും ആഗ്രഹിച്ചുകൂടാ. എന്തു ചെയ്യുന്നതും കൃഷ്ണാവബോധത്തോടെ കൃഷ്ണന്റെ സംതൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. ഭാഗ്യം കൊണ്ടോ കഠിന യത്നം കൊണ്ടോ തങ്ങൾ നേരിടുന്ന സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ലുപ്തന്മാർക്ക് അറിയില്ല. കൃഷ്ണാവബോധപൂർവമായ പ്രവർത്തനത്തിന് വേണ്ടി സർവശക്തികളും ഉപയോഗിക്കുന്നവർക്ക് ജീവിത വിജയം തീർച്ചയായും കൈവരും. പിശുക്കന്മാരെ പോലെ നിർഭാഗ്യശാലികൾ തങ്ങളുടെ മാനുഷിക ശക്തി കൃഷ്ണ സേവനത്തിനായി വിനിയോഗിക്കുന്നില്ല. ഹരേ കൃഷ്ണ.
കേൾക്കുന്നില്ല. തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണ്. അതായത് ജീവേര സ്വരൂപേന നിത്യേന കൃഷ്ണദാസ് എന്ന് നമ്മള് ചൈതന്യ ചരിതാമൃതത്തില് ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞതായിട്ട് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ യജമാനനാകാനായിട്ട് ഭാവിക്കുമ്പോഴാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. നമ്മളുടെ ഈ നമ്മൾക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നമ്മളെ മക്കൾക്ക് സേവ ചെയ്യുന്നു, നമ്മൾ നമ്മളുടെ രക്ഷകർത്താക്കൾക്ക് സേവ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഓഫീസിൽ മാനേജർക്ക് സേവ ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. സേവ അപ്പം നമുക്ക് ഓൾറെഡി ഒരു സേവാ മനോഭാവം തന്നെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ സേവ ചെയ്ത് നമ്മൾ എന്താണ് ആജീവനാന്തകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ട് സേവ ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ കുടുംബക്കാർക്കും നമ്മളുടെ ഓഫീസിലും എല്ലാം ചെയ്ത് നമ്മൾ മായയ്ക്ക് സേവ ചെയ്യുവാണ്. നമ്മൾ ഫൈനലി നോക്കുവാണെങ്കിൽ മായയ്ക്ക് സേവ ചെയ്യുവാണ് അല്ലേ. ആ സേവ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരുടെ സേവകനാണ്? ഭഗവാന്റെ സേവകനാണ്, അല്ലെങ്കിൽ നിത്യദാസനാണ്. അല്ലെങ്കിൽ ഈ ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ ഭാവം എന്താണ്? ഗോപികമാരുടെ എന്താണ് പാദചരണത്തിൽ ഇരിക്കുന്ന ഭൃത്യന്മാരുടെ ദാസാനു അവരുടെ ഏറ്റവും ലാസ്റ്റ് ദാസന്റെയും ദാസനായിട്ടുള്ള ഒരു ഭാവമാണ് എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാനോട് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പൊ നമ്മളുടെ ആ ഭാവം അതായിരിക്കണം. നമ്മൾ ഒരിക്കലും യജമാന ഭാവം ഒരിക്കലും നമുക്ക് വരാൻ പറ്റില്ല. യജമാന ഭാവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് മുഖാന്തരം ഉണ്ടാകും. നമ്മൾ ആ ദാസ്യഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഭാവവും എല്ലാം. ഒരു ജീവാത്മാവിന്റെ ഭാവം അതാണ് ഭഗവാന്റെ സേവകനാണെന്നുള്ള ഭാവം. നമ്മൾ ദാസ്യഭാവം വെടിഞ്ഞിട്ട് നമ്മൾ യജമാന ഭാവമാകുന്നു. എൻ്റെ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഭയങ്കര ഡയലോഗൊക്കെ ഇടില്ല, എൻ്റെ ഭഗവാനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളത് പറയുമ്പോൾ ഒക്കെ ശരിയാണ്. പക്ഷെ അതേ ഭാവത്തിലുള്ള ആളായിരിക്കണം അത് പറയേണ്ടത്. ആ ഭാവത്തിലുള്ള പല വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കുറൂരമ്മയൊക്കെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ യശോദമ്മയൊക്കെ പറയുവാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളുടെ ആ ഭാവത്തിലേക്ക് എത്തിച്ചേരാതെ നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭഗവാന്റെ ആളായി മാറണം. ഭഗവാൻ നമ്മളെ നമ്മളുടെ കൂട്ടത്തിൽ നിർത്തണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാവം ആർജിക്കേ തരമുള്ളൂ. അപ്പം കൃഷ്ണാവബോധത്തോടുള്ള കർമ്മത്തിൽ മാത്രം ഏർപ്പെടുന്നു. മുമ്പ് പറഞ്ഞതുപോലെ അതീന്ദ്രിയവും ഭക്തിപൂർണമായ ഭഗവത് സേവനമാണ് ബുദ്ധിയോഗം. അപ്പൊ നമുക്ക് ശരിയായിട്ട് നമ്മൾ ബുദ്ധിപൂർവം ഭഗവാനുമായിട്ട് യോഗം ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീന്ദ്രിയവും ഭക്തിപൂർണവുമായ ഭഗവത് സേവനമാണ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഇവിടുത്തെ ഭൗണ്ടർ ആചാര്യ, ഇവിടെ 30 വർഷങ്ങൾക്ക് മുമ്പേ കൃഷ്ണാവബോധം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ഭാഗവതം. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ബ്രഹ്മദേവന്റെ സ്തുതിയായിരുന്നു. ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ. അപ്പൊ അതിൽ ബ്രഹ്മദേവൻ പറയുകയാണ്, ബ്രഹ്മദേവന് ഈ സൃഷ്ടി നടത്താനായിട്ടുള്ള എല്ലാ കഴിവുകളും ഭഗവാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രഹ്മദേവൻ പറയുവാണ്, എനിക്ക് ഈ സൃഷ്ടി നടത്തുമ്പോൾ ഒരു സമയത്ത് പോലും ഇത് ഞാനാണിത് നടത്തുന്നുള്ളൊരു ഭാവം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇത് ഞാനാണ് ചെയ്യുന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഒന്നാമതേ രജോ ഗുണം വേണം. സൃഷ്ടി നടത്താനായിട്ട് രജോ ഗുണം വേണം. അപ്പൊ രജോ ഗുണത്തിൽ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് വീരകൃത്യമൊക്കെ ആവുമല്ലോ. നമ്മൾ സൈനികരുടെയും അതുപോലെ തന്നെ നമ്മള് അർജുനനൊക്കെ അറിയാമല്ലോ, നമ്മളെല്ലാ ക്ഷത്രിയരൊക്കെ രജോ ഗുണത്തിലാണ്. അപ്പൊ രജോ ഗുണത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാവുമ്പോഴത്തേനും നമ്മൾ അതിന്റെ ആ ഒരു വീരസ്യം അല്ലെങ്കിൽ ഞാനൊരു വീരനാണ്, വില്ലാളി വീരനാണ്, അല്ലെങ്കിൽ എന്റെ കുറച്ച് ആ ഒരു ഇത് കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അവർ ജന്മനാ തന്നെ ഉണ്ട്. അപ്പം ജന്മനാ തന്നെ അതുള്ളത് കൊണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് ഒരു കാരണവശാൽ സൃഷ്ടി നടത്താനായിട്ട് അങ്ങ് എനിക്ക് രജോ ഗുണം തന്നു, ഞാൻ ഒരിക്കലും രജോ ഗുണത്തിൽ ആയി പോകരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ പ്രാർത്ഥന അല്ലേ. അപ്പൊ അതുകൊണ്ട് അതീന്ദ്രിയവും ഭക്തിപൂർണവുമായ ഭഗവത് സേവനമാണ് ബുദ്ധിയോഗം. അപ്പൊ നമ്മൾ ശരിക്കും അപ്പൊ ഇദ്ദേഹം ബാക്കി കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഓഫീസിലെ അന്നത്തെ കാലത്ത് അദ്ദേഹം CA-കാരനാണ്. CA-കാരൻ അദ്ദേഹം എന്താണ് ഈ തമിഴ് ബ്രാഹ്മണൻ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഭയങ്കര ഇന്റലിജൻസ് ആണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ. അദ്ദേഹം ഫൈനാൻസ് മാനേജർ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ ഏകദേശം ഒരു 7 ലക്ഷം രൂപ ആ ഒരു നാട്ടിലത്തെ അത്രയും വരുന്ന വരുമാനം ഉണ്ടായിരുന്നു, മാസ വരുമാനം ശമ്പളമുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹം പറയുന്നു, എന്താ പറയുന്നത്, ഈ മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാര്
വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഹരേ കൃഷ്ണ എന്ന് പറയുമായിരുന്നു. ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ വിഷയം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനത്തെ വിളികളൊന്നും ഇല്ലായിരുന്നു. അവരെ കൊണ്ട് പോലും അദ്ദേഹം പറഞ്ഞിട്ടല്ലാതെ കൂടി അവര് ഹരേ കൃഷ്ണ എന്ന് വിളിക്കാനായിട്ട് അവരെ കൊണ്ട് തോന്നിപ്പിച്ചു. നമ്മൾ ഒരാളോട് പറഞ്ഞിട്ടല്ല, അവർ മനസ്സുകൊണ്ട് ചെയ്യിക്കണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തി എന്തുമാത്രം നന്നായിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി നമുക്കിന്ന് നേരിട്ട് കേൾക്കാൻ പറ്റി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി 30 വർഷത്തെ ഇവിടുത്തെ യാത്രയെ പറ്റി. ഇപ്പൊ 30 വർഷം എത്തി ഇവിടെ തുടങ്ങിയിട്ട്, കൃഷ്ണാഭവൻ തുടങ്ങിയിട്ട്. അപ്പൊ അദ്ദേഹം എഴുതിയ ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അറിയാം ഓരോ അനുഭവങ്ങളും. അതുപോലെ തന്നെ ഇവിടെ ചില സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് ഈ പറയുന്ന ഒരു പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് പറഞ്ഞ മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ മുൻകൈ എടുത്ത് നിന്ന് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന ഇതെല്ലാം തടഞ്ഞത്, പ്രശ്നങ്ങളും കേസുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തടഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് പോലും കൂടി നമ്മള് നല്ല രീതിയിൽ കൃഷ്ണാബോധം പ്രാക്ടീസ്, നമ്മളുടെ മനസ്സ് നന്നാണെങ്കിൽ മറ്റുള്ളവര് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ആ ഒരു ഇതിലേക്ക് വന്നു ചേരും. അപ്പം ബ്രഹ്മദേവന്റെ പ്രേയസ് പറഞ്ഞു. പിന്നെ നമ്മളുടെ ഭാവം, നമ്മളെ യജമാന ഭാവം, അതായത് അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ ബോസ് ആണെന്നുള്ളത് അത് ഒരാളോടും നടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭയങ്കര റെസ്പെക്ട് കിട്ടുന്നുണ്ട്. അതായത് ഫൈനാൻസ് മാനേജറാണ്. ആ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മൾ ശകാരിച്ച് ഷൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റോറിയാണ്, നമ്മൾ എങ്ങനെ ജോലി ചെയ്യുന്നത്. നമ്മളിതിപ്പം ഈ കർമ്മഫലവും കർമ്മത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് പല സമയത്തും നമുക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. ചിലരോട് ഷൗട്ട് ചെയ്യേണ്ടി വരും. കൂടെ ചെയ്യുന്ന ജോലി ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും. അങ്ങനെ പലതും പറയേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മള് പറയുന്നത്, ഇത് എങ്ങനെ കൃഷ്ണൻ അർപ്പിച്ച് ചെയ്യും. നമ്മളെല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെ. സാധാരണഗതിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് ഭഗവാൻ അർപ്പിച്ച് ചെയ്യുന്നത് എങ്ങനെയാ. പുള്ളി ഒരു എക്സാമ്പിൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, നമ്മള് അതായത് ഒരു അമ്മ ഒരു വർക്കിംഗ് വുമൻ ആണെന്ന് വിചാരിച്ചോളൂ, ജോലിക്ക് പോവാണ്. അപ്പൊ അമ്മയ്ക്ക് വീട്ടില് ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുവാണല്ലേ. ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അവന് ഡ്രസ്സ് മാറ്റണം, അവൻ മൂത്രത്തിൽ ഇരിക്കാൻ ഡ്രസ്സ് മാറ്റണം. ഞാൻ പോകുന്നതിന് മുൻപ് എന്റെ വണ്ടി 7:45 പോകും. അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയുടെ കാര്യം നോക്കാതെ ഓടി പോവാ. ഇല്ല, കുട്ടിയുടെ കാര്യമെല്ലാം നോക്കി അവനുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി അടച്ചു വെച്ചിട്ട് ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് പോകുന്നു. ഓഫീസിൽ ചെന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഓഫീസിൽ പോകുമ്പോഴത്തെ 4 മണിക്ക് ഓഫീസ് വിട്ടിട്ട് ഏറ്റവും വേഗം വന്ന ആ കുട്ടിക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിലാണ്. അപ്പൊ പോരുമ്പോൾ ഇന്ന് ഞാൻ അവനൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ അവൻ എന്തോ ഒരു കാര്യം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടെ മേടിച്ചിട്ട് പോയേക്കാം. ഇത് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ ഫീഡ് ചെയ്യാണ് എന്ന് പറഞ്ഞുള്ളൊരു അമ്മ ആ ഒരു കുട്ടിയെ പറ്റി ആ ഒരു രീതിയിൽ എപ്പോഴും ആലോചിക്കുന്നു. ബൈ ഡിഫോൾട്ടായിട്ട് മനസ്സിൽ ഒരു ചിന്തയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഭഗവാന് ഓരോ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയമാണെങ്കിലും നമ്മൾ ആ യോന്തപ്രവശ്യമവാചകം പ്രസുതാൻ ധ്രുവസ്തുതി, ധ്രുവൻ പറയുന്ന നീ എന്റെ ഉള്ളിൽ വന്ന് നീ എന്നെ കൊണ്ട് ഇത് നിന്റെ കീർത്തനങ്ങൾ ജപിപ്പിച്ചു, അല്ലാതെ ഞാനല്ല. നിന്റെ കൃപ കൊണ്ട് നീ തന്നെയാണ് ഉള്ളിൽ വന്ന് ഇത് പറയുന്നത്, അല്ലാതെ ഞാനല്ല. അപ്പൊ ആ ഒരു ഭാവത്തിൽ നമ്മൾ ഭഗവാനെ മുൻനിർത്തി ഏത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ഭഗവാനെ മുൻനിർത്തി ചെയ്യുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല, മോശമായിട്ടുള്ള രീതിയിൽ യാതൊരു രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാനും പറ്റില്ല. അപ്പൊ എവിടെയും ആ ഭഗവാനെ കൂടെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രവൃത്തിയും കൃഷ്ണാബോധത്തിൽ ചെയ്യാം. എന്ന് വെച്ചിട്ട് ഒരാളെ കൊലപാതകം ചെയ്യാം, അതുപോലെ തന്നെ മോഷ്ടിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് അല്ല ഞാൻ പറഞ്ഞു. തീവ്രവാദം ചെയ്തിട്ട് ഭഗവാനെ മുൻനിർത്തിയിട്ട് അത് ഒരിക്കലും പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാനെ മുൻനിർത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് അതിൻ്റെതായ ഒരു പ്യൂരിറ്റി വരും. അതുപോലെ തന്നെ അത് ക്രെഡിറ്റും ഭഗവാനാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അതിന്റെ ഫലമായിട്ട് അത് മോശമായിട്ട് സംഭവിച്ചാൽ ഭഗവാന്റെ ഇച്ഛ അങ്ങനെയായിരുന്നു. ആ രീതിയിൽ നമുക്ക് മനസ്സിൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അതുപോലെ ഭൗതിക ബന്ധങ്ങളിൽ കുടുങ്ങുവാൻ വേണ്ടി മാത്രം സ്വകർമ്മങ്ങളുടെ ഫലം പിശുക്കന്മാർ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പം ഭൗതിക ബന്ധങ്ങളിൽ കുടുങ്ങാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് നമ്മൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും 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 ഈ ഭൗതിക ബന്ധനങ്ങളിൽ കുടുങ്ങി ചെയ്യുന്നത് പിശുക്കന്മാരായിട്ടുള്ള ആൾക്കാർ മാത്രമേ. അതായത് അവർക്ക് വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ട് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്, ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ
കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അപ്പൊ കൃഷ്ണാവബോധത്തോട് ചെയ്യുന്നത് ഒഴികെ എല്ലാ കർമ്മങ്ങളും നികൃഷ്ടങ്ങളാണ്. അതായത് ഭഗവാനെ വിചാരിച്ച് ഭഗവാന്റെ മുൻനിർത്തി അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നികൃഷ്ടങ്ങളാണ്. അത് ഒരു തരത്തിലും നമ്മൾക്ക് അംഗീകരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ എന്താണ് പറയുന്നത്, ഭഗവത്ഗീത പറയുന്നത് അത് നികൃഷ്ടങ്ങളാണ്. അപ്പൊ നമ്മൾ ഭഗവാന്റെ വിചാരം ഇല്ലാതെ, ഭഗവാന്റെ സ്മരണം ഇല്ലാതെ നമ്മൾ ഒരു കാര്യം എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിലെ ഭഗവാനെ മുൻനിർത്തി ചെയ്യണം. അല്ലാത്തതൊന്നും ഭഗവത്ഗീത സപ്പോർട്ട് ചെയ്യുന്നില്ല. കൃഷ്ണാവബോധത്തിൽ കൂടിയുള്ള കർമ്മം. അതുകൊണ്ട് കർമ്മത്തിന് ഹേതുഭൂതമാകാൻ ആരും ആഗ്രഹിച്ചുകൂടാ. അതുകൊണ്ട് മനഃപൂർവ്വം നമ്മള് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മം അറിയാതെ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അറിയാതെ ചെയ്യുന്നതിനും കർമ്മഫലം ഉണ്ട്. അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് ചെന്നു, ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അറിയില്ല എന്ന് വെച്ചിട്ട് അവിടുത്തെ നിയമം നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഒരിക്കലും മോചനം ഇല്ല, അല്ലേ? നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൂടിയും നമുക്ക് അതിന്റെ പക്ഷെ കർമ്മഫലങ്ങളുടെ ഗ്രേഡ് ഇടുമ്പോൾ, മാർക്ക് ഇടുമ്പോൾ അതിനൊരു കുറച്ച് ഇളവ് കിട്ടുമെന്നേ ഉള്ളൂ, അല്ലേ? നമുക്ക് രാഷ്ട്രപതിയുടെ അടുക്കൽ നിന്ന് ദയാഹർജി ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ദയാഹർജിക്ക് അർഹനായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു പണിഷ്മെന്റിൽ നിന്ന് നമ്മൾ ഒഴിവായി പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ടും കൃഷ്ണാവബോധത്തോട് കൃഷ്ണന്റെ സംതൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ കർമ്മങ്ങളും കൃഷ്ണന്റെ സംതൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ചെയ്യുന്നത്. ഭാഗ്യം കൊണ്ടോ കഠിന യത്നം കൊണ്ടോ തങ്ങൾ നേടുന്ന സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ലുബ്ധന്മാർക്ക് അറിയില്ല. അപ്പൊ ലുബ്ധന്മാരായിട്ടുള്ള ആൾക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞു പിശുക്കന്മാരാണെന്നല്ലേ. അപ്പൊ അവർക്ക് നമ്മള് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും നല്ല പ്രവർത്തികളുണ്ട്, അവർക്ക് കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാകാം. അപ്പൊ ആ ലുബ്ധന്മാർക്ക് അറിയുന്നില്ല അവർക്ക് നേടുന്ന സമ്പത്ത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നല്ലേ. സമ്പത്തൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് പെട്ടെന്ന് വന്ന് യമദൂതന്മാർ വന്നിട്ട് അങ്ങ് കൊണ്ടുപോകും. അത് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അപ്പൊ മരിക്കാൻ നേരത്തും എന്താണ്, ഞാൻ ആരും അറിയാതെ, ഭാര്യയും അറിയത്തില്ല, മക്കളൊന്നും അറിയാതെ ഞാൻ കുറെ സമ്പത്ത് അവിടെ ഇവിടെ എല്ലാം ഉള്ള ബാങ്കിലെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്, ഒരാളോട് പറയാൻ പോലും എനിക്കൊരു സമയം കിട്ടിയില്ലല്ലോ. ഈ ഒരു ചിന്തയോട് കൂടി ജനിക്കുമ്പോൾ എന്താണ്, വീണ്ടും ഈ സമ്പത്ത് അതിന് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു ശരീരത്തോടു കൂടി ജനിക്കും, അല്ല? ഈ സമ്പത്തിന്റെ ബാക്കി അവിടെ സൂക്ഷിച്ചിട്ടിരിക്കുന്ന സമ്പത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് മരിച്ചത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? യം യാവി സ്മരൻ ഭാവം രജത്തന്തേ കളയവരം എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ പറയുന്നത് പോലെ നമുക്ക് വീണ്ടും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശരീരം തന്നെ സ്വീകരിക്കേണ്ടി വരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണെന്നുള്ള അറിയണം. അപ്പൊ അങ്ങനെ കൃഷ്ണാവബോധപൂർവമായ പ്രവർത്തനത്തിന് വേണ്ടി സർവ്വശക്തികളും ഉപയോഗിക്കുന്നവർക്ക് ജീവിത വിജയം തീർച്ചയായും കൈവരും. അപ്പൊ അത് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണാവബോധ പൂർവമായി പ്രവർത്തനത്തിന് വേണ്ടി സർവശക്തികളും ഉപയോഗിക്കുന്നവർക്ക് ജീവിത വിജയം പൂർണ്ണമായിട്ടും കൈവരും. അപ്പൊ നമ്മൾ ജീവിത വിജയം പൂർണ്ണമായിട്ടും കൈവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കൃഷ്ണൻ ഉണ്ടായിരിക്കണം, അല്ലെ? ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാ പ്രവൃത്തി, ഇപ്പൊ അർജുനൻ ഭഗവാൻ പറഞ്ഞത് അനുസരിച്ചു, അതേപടി അനുസരിച്ചതുകൊണ്ട് അർജുനൻ വിജയം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെ പിശുക്കന്മാരെ പോലെ നിർഭാഗ്യശാലികൾ തങ്ങളുടെ മാനുഷിക ശക്തി കൃഷ്ണാവബോധത്തിനായി വിനിയോഗിക്കുന്നില്ല. അപ്പൊ ചില ആൾക്കാര് എന്താണ് ചെയ്യുന്നതെല്ലാം പിശുക്ക് കാണിക്കും, പ്രവർത്തനത്തിലും അങ്ങനെയുള്ള നിത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും. അത് വേണോ, ഇത് വേണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം, ഇവർ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ഈ സാധാരണ രീതിയിൽ കേരളത്തിലുള്ള 99% ആൾക്കാർ ജീവിച്ചു പോകുന്ന പോലെ പോയാൽ പോരെ, ഇതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ അതാണ്, ബുദ്ധിയുള്ളവരെ കൃഷ്ണാവബോധത്തിൽ വരുള്ളൂ എന്നുള്ളതാണ്. ഈ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ബുദ്ധിയുള്ളവരാണ്, അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് കൃഷ്ണാവബോധത്തിൽ വരത്തില്ല. കാരണം നമ്മൾ ഇത്രയും ജന്മങ്ങൾ എടുത്തു, നമ്മൾ ചെയ്യുന്ന വെറുതെയുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയാൽ മതി. എന്തെങ്കിലും കുറച്ച് കഴിക്കുക, കുറെ നേരം കിടന്ന് ഉറങ്ങുക, എന്തെങ്കിലും കുറച്ച് മൊബൈലിൽ നോക്കുക, ഇതൊക്കെ മതിയോ നമ്മുടെ ജീവിതം? അത് അത്രയൊക്കെ മതി, അതിൽ കൂടുതലൊന്നും എനിക്കൊന്നിനും പറ്റില്ല. ആ ഒരു രീതിയിലുള്ള അലസതയാണോ? അത് ശരിക്കും ഒരു ലുബ്ധതയല്ലേ ചെയ്യുന്നത്? ലുബ്ധത ഇതാണോ നമ്മളുടെ ജീവിത ലക്ഷ്യം? നമ്മൾ മൃഗതുല്യമായിട്ടൊരു ജീവിതമാണോ? മൃഗങ്ങളും അതുപോലെയൊക്കെയാ ചെയ്യുന്നത്, അല്ലെ? എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പൊ മൃഗതുല്യമായ ഒരു ജീവിതത്തിന് സമാനമായിട്ട് ജീവിച്ചിട്ട് എന്താണ് കാര്യം? നമ്മൾ ജീവിതം കൊണ്ട് എന്താണ് ഈ രാജ്യത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി? നമുക്ക് തന്നെ എന്ത് പ്രയോജനം ഉണ്ടായി? നമ്മുടെ കുടുംബത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി? നമ്മുടെ സമൂഹത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി?
അപ്പൊ അങ്ങനെ ഒരു പ്രയോജനവും ഇല്ലാതെ വെറുതെ ഇങ്ങ് വന്നു, കുറച്ചുനാൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളുടെ എന്താണ് യമദൂതന്മാർ വന്നപ്പോഴത്തേനും അവരുടെ കൂടെ സന്തോഷത്തോടുകൂടി പോയി. ഇതാണ് സന്തോഷത്തോടുകൂടി പോകാൻ പറ്റുമോ? അടി അവിടെ കിടന്ന് കിട്ടണം. നരകത്തിൽ 28 നരകങ്ങളിൽ പോയി യാതന അനുഭവിക്കണം. ഈ കാര്യം അത് ശരീരം ഇല്ലെങ്കിലും എന്താണ് ഈ അടി മുഴുവൻ കിട്ടുന്നത് ആരനുഭവിക്കണം? ആ ഒരു സൂക്ഷ്മ ശരീരം അനുഭവിക്കണം. സൂക്ഷ്മ ശരീരമാണല്ലോ ഈ വേദന മുഴുവൻ അനുഭവിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഈ ശരീരം വേണമെന്നില്ല. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ജഡമാണ്. അതിന്റെ ഉള്ളിലിരിക്കുന്ന ഇത് സ്ഥൂല ശരീരം. അതിന്റെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിനാണ് യാതന ശരീരം എന്ന് പറയുന്നത്. യമദൂതന്മാർ ഈ പോകുന്ന വഴി അവിട്ടം വരെ അടിച്ചു തല്ലിയാ കൊണ്ടുവന്നത്. അപ്പൊ ഈ കാക്കയ്ക്കൊക്കെ നമ്മൾ പിണ്ടം കൊടുക്കുമ്പോൾ എന്താണ്? ആ ശിക്ഷ കുറവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ യമദൂതന്മാരുടെ വാഹകൻ ഐമാൻ എന്ന് പറയുന്ന യമദൂതന്റെ വാഹനമാണ് കാക്ക. അതുകൊണ്ടാണ് കാക്കയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പിണ്ടം കൊടുക്കുന്നത്. അപ്പൊ ഒരു കുറച്ച് ശിക്ഷ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയെങ്കിൽ എന്തുമാത്രം യാതനകൾ പിന്നീട് അനുഭവിക്കണം. ഈ യാതനകൾ അനുഭവിക്കുമ്പോഴും ഇതേ അവബോധമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ശരീരം സ്വീകരിക്കുമ്പോൾ ഒരു മൃഗത്തിന്റെ അവബോധമാണെങ്കിൽ, പന്നിയുടെ ശരീരത്തിലാണ് കയറുന്നെങ്കിൽ പന്നിയുടെ അവബോധമാണ് അല്ലെ? പിന്നെ അതിന് അമേധ്യവും അമൃതമായിട്ട് തോന്നും. ദേവേന്ദ്രൻ പന്നിയായിട്ട് പിറന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലെ? ദേവേന്ദ്രൻ പന്നിയായിട്ട് ശാപം കൊണ്ട് പിറന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യൂ? കുറെ മക്കളും കൊച്ചുമക്കളും ഇങ്ങനെ 10ഉം 12ഉം കുഞ്ഞുങ്ങളാണ് ഒരു പ്രസവത്തിൽ അല്ലെ? അങ്ങനെ ഇത് കഴിയുന്നത് എവിടെയാണ്? ഈ അമേധ്യം നിറച്ച സ്ഥലത്തല്ലേ? അത് ഭക്ഷിക്കുന്നതോ അമൃത തുല്യമായിട്ട് ഭക്ഷിക്കുകയാണ്. ഒരു ദിവസം നാരദമുനി ഇങ്ങനെ ആകാശ യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കിക്കഴിയുമ്പോൾ ദേവേന്ദ്രനാണ് കാണുന്നത്. പന്നിയും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പം നാരദമുനി അവിടെ കാര്യം നാരദമുനിക്ക് തോന്നി ദേവേന്ദ്രനല്ലേ അങ്ങനെയാണ് നാരദമുനിക്ക് എന്താണ് അറിയാമല്ലോ, അദ്ദേഹത്തിന് ത്രികാലജ്ഞാനിയാണ്. അപ്പം നാരദമുനി വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് താങ്കൾ ദേവേന്ദ്രനാണ്, ഈ ഒരു ശരീരം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതേ ഉള്ളൂ, താങ്കൾക്ക് തിരിച്ചു വരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ അങ്ങ് ഒട്ടിപ്പോയി, ഞാൻ ഈ ജീവിതം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? എന്താണ് കഴിക്കുന്നത്? എന്താണ് എനിക്ക് ഈ ഭക്ഷണം വിട്ടിട്ട് എനിക്ക് പോരാണ്ട് പറ്റുന്നില്ല. എനിക്ക് ഈ കുട്ടികളും ഒരുപാട് കുട്ടികളായി അങ്ങനെ മക്കളുടെ മക്കളായി ഇങ്ങനെ പെറ്റുപെരുകി ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ വിട്ടിട്ട് പോരാൻ ഞാൻ അതിലങ്ങ് ഒട്ടിപ്പോയി, അറ്റാച്ച്ഡ് ആയിപ്പോയി. ദേവേന്ദ്രന് പോലും പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് താഴ്ന്ന യോനിയിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനോടങ്ങ് ഒട്ടിപ്പോകും. അപ്പൊ എന്തിനാണ് ഇനി ഒരു താഴേക്കുള്ള ഒരു ജന്മം അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ കൃഷ്ണാവബോധത്തിൽ നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. നമ്മൾ പരിഹാരം ചെയ്ത് നമ്മളുടെ പ്രവൃത്തിയിൽ കൂടെ നമ്മൾ മറ്റുള്ളവർ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ചെയ്യും. നമ്മൾ ഒരാൾ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനൊരു പ്രഭുജിയോട് ഞാൻ സംശയം ചോദിച്ചു, പ്രഭുജി ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് പേരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു, എനിക്ക് ഒരുപാട് പരാജയങ്ങളൊക്കെ സംഭവിച്ചു. കാര്യം ചിലരൊക്കെ അത് പല രീതിയിൽ അതിനെ എടുത്തു. ചിലര് വന്നു, ചിലര് ഇപ്പം തന്നെ നമ്മുടെ സത്സംഗത്തില് 10-30 പേരുള്ളതാണ്. 100 പേരിൽ പരം ഗ്രൂപ്പിലുണ്ടെങ്കിലും കയറുന്നത് ഒരു 10-25 പേരൊക്കെ കയറിക്കൊണ്ടിരുന്നതാണ്. അത് 12, 13, 14 ആയി ഇപ്പൊ ആവറേജ് സംഖ്യ. അപ്പൊ അവര് സ്ഥിരം കയറാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ പോഷണം കിട്ടാത്ത ഒരവസ്ഥയിൽ അവർ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. പക്ഷെ പിന്നീട് അവർക്ക് മായ കാരണം മായ അവരെ പുൾ ഔട്ട് ചെയ്യും, അവർ മായയ്ക്ക് അടിമയായി പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഞാൻ ചിലപ്പം 1-2 പേര് എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കി. ഞാൻ കൃഷ്ണഭക്തരാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് എൻ്റെ സമയവും അതുമെല്ലാം സ്പെൻഡ് ചെയ്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവരെ കൃഷ്ണാബോധം കൊടുക്കാൻ, അവരുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ട് പക്ഷെ എനിക്കുണ്ടായ ഫലം വളരെ വിപരീതമായിരുന്നു. എനിക്ക് ഒരുപാട് ശകാരമൊക്കെ കേൾക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഒരവസ്ഥയിൽ ഞാനിപ്പോ ഇങ്ങനെ എനിക്ക് കുറെ നാളായിട്ട് ഞാനിത് കൊണ്ടേ നടക്കുമായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, നമ്മൾ അതൊന്നും ആലോചിക്കേണ്ട. ഒരാളെ സംബന്ധിച്ചിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളുടെ കഴിവാണിതെന്ന്. നമ്മൾ പ്യുവർ ആകുക, നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി നമ്മൾ വിചാരിക്കുക, അവർ വരുവോ വരാതിരിക്കുവോ ഒന്നും നമ്മളുടെ വിഷയമല്ല. നമ്മൾ ചെയ്യുന്ന സാധന നമ്മൾ വളരെ നന്നായിട്ട് ചെയ്തു പോവുക. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മളുടെ സാധന വളരെ സ്ട്രോങ് ആണ്. നമ്മളുടെ ജപം ചോർന്നൊലിക്കാത്ത ജപമാണെങ്കിൽ, ഞാൻ 10 അപരാധങ്ങളൊക്കെ ഞാൻ ജപിക്കണം എന്ന് പറഞ്ഞില്ല എല്ലായ്പ്പോഴും. നമ്മൾ ഈ ക്ലാസ് ശ്ലോകം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ജപിക്കാം 10 അപരാധങ്ങൾ. അവൻ അപരാധം ഉണ്ടാകാതെ അപരാധരഹിതമായ ഹരിനാമ ജപത്തിൽ കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന ചോർന്നു പോകാതെ നമുക്കുള്ള നമ്മളുടെ റിസർവോയർ എന്ന സംഭരണിയിൽ എന്താണ്
അത് അതേപടി നിൽക്കും, അല്ലെങ്കിൽ അതിന് ചോർച്ച ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ചോർന്ന് ഒലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഒരാളെ കൃഷ്ണാവബോധസ്ഥരാക്കാണ്ട് പറ്റാത്ത, നമ്മൾ ശ്രീലപ്രഭാതർ ഒന്നും അല്ല എങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്യുവർ ആകുക. മറ്റുള്ളവര് നിൽക്കോ ഇല്ലയോ എന്നുള്ള അവരുടെ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലിരിക്കും. അവർക്ക് കൃഷ്ണ കൃപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുഖാന്തരമാണ് വരാൻ ഭഗവാൻ ഇച്ഛിക്കുന്നതെങ്കിൽ അവർക്ക് കൃഷ്ണാബോധത്തിലേക്ക് വരാനായിട്ട് പറ്റും. അല്ല എങ്കിൽ വിട്ടുകളയൂ. കാര്യം നമ്മളൊന്നും ആചാര്യന്മാരല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മളുടെ ശ്രമം ചെയ്യുക, ബാക്കിയൊക്കെ ഭഗവാന് വിട്ടുകൊടുക്കുക. അപ്പൊ അത്രയും മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആശ്വാസം കിട്ടി. ഇത് ഈ ഒരു അനുഭവം ഉണ്ടായി. കുറെ അനുഭവങ്ങൾ 3-4 തവണയായിട്ട് ഉണ്ടായി. അപ്പൊ ഞാനിപ്പം വിചാരിച്ച പുതിയതായിട്ടുള്ള ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പാഠം എനിക്ക് പഠിച്ചു. കാര്യം നമ്മൾ പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുക്കൽ ഈ ഫിലോസഫിയെ പറയാനായിട്ട് പാടില്ല. കാര്യം ഫിലോസഫി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പറയുന്നത്, അവരോട് നമ്മൾ വെറുതെ ഹരിനാമം ജപിക്കാൻ മാത്രമേ പറഞ്ഞാൽ മതി, അതിൽ കൂടുതലൊന്നും പറയണ്ടെന്ന് എന്നോട് പ്രഭുജി പറഞ്ഞു. സത്സംഗം അറ്റൻഡ് ചെയ്യുക, ഹരിനാമം ജപിക്കുക, ഇത് രണ്ടും പറഞ്ഞാൽ മതി. വേറെ ഒരു കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ദയവായി പോകരുത്. കാര്യം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിൽ എത്തിച്ചേരുകൊള്ളുന്നത്. ഇനി നമുക്ക് 50-ാമത്തെ ശ്ലോകം, 72 ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായം തീരണമെങ്കിൽ. 50-ാമത്തെ ശ്ലോകം എടുക്കാം. ബുദ്ധിയുക്തോ ജഹാതീതാ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗാ കർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ഹരേ കൃഷ്ണ. ലൈല മാതാജി. മാതാജിയെ കാണുന്നില്ല. സബിത മാതാജി. ഹരേ കൃഷ്ണ. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്യ യോഗഃ കർമ്മസു കൗശലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അതിന്റെ പ്രധാനപ്പെട്ട വായിക്കാം പ്രഭുജി. ഞാൻ വായിക്കാം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ഹരിബോൽ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ: ബുദ്ധിയുക്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ഈ ലോകത്തിൽ തന്നെ, ഈ ജന്മത്തിൽ തന്നെ സുഹൃത ദുഷ്കൃതേ പുണ്യപാപ ഫലങ്ങൾ ഉഭയ രണ്ടിനെയും ജഹാദി ത്യജിക്കുന്നു. തസ്മാത് അതുകൊണ്ട് യോഗായ ഭക്തി പൂർവ്വ സേവനത്തിന് യുജ്യസ്വഹ യോജിച്ചാലും, യോഗഃ യോഗം, കൃഷ്ണാവബോധം, കർമ്മസു കർമ്മങ്ങളിലുള്ള കൗശലം കുശലതയാകുന്നു. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ഭാവാർത്ഥം ബൈ ഡിവൈൻ ഗ്രേസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഭക്തി ഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്നും മുക്തനാവാം. അതിനാൽ യോഗത്തിനായി യജ്ഞിക്കുക. അല്ലയോ അർജുന, കർമ്മ കുശലതയാണ് യോഗം. അതിന്റെ ഭാവാർത്ഥം മാധവി രാധാ മാതാജി. ഹരേ കൃഷ്ണ. അനാദികാലം മുതൽക്കേ ഓരോ ജീവാത്മാവും നല്ലതും ചീത്തയുമായ സ്വന്തം കർമ്മങ്ങളുടെ നാനാവിധ ഫലങ്ങളെ സഞ്ചയിച്ചു പോരുന്നു. തന്റെ മൂലസ്വരൂപത്തെ കുറിച്ച് അവൻ നിരന്തര അജ്ഞനാണ്. സർവവിധേനയും കൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനിവൃതികളുടെയും കർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാവുക എന്നുള്ള ഭഗവത്ഗീതയുടെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ഈ അജ്ഞാനം നീങ്ങും. അതുകൊണ്ട് കർമ്മഫലങ്ങളുടെ ശുദ്ധീകരണത്തിന് ഉതകുന്ന കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ് ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാവാം. അപ്പൊ ഇവിടെ വീണ്ടും കർമ്മത്തിന്റെ ആ കാര്യങ്ങൾ റെപ്പറ്റീഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് വേഗം എടുത്തു പോവാം. അപ്പൊ നമ്മള് ഭക്തിയുത സേവനം ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദാനങ്ങളൊക്കെ ചെയ്യുക, ഒരുപാട് ദാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് അതിന്റെ ഫലം അനുഭവിക്കാണ്ട് പോകണം അല്ലെ? ഈ ദാനങ്ങളൊക്കെ ചെയ്ത് നമ്മളത് പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ദേവലോകത്താണ് ഇല്ലെന്നെങ്കിൽ ദേവേന്ദ്രന്റെ സ്ഥലത്താണ് ഇതിന്റെ പുണ്യം എല്ലാം അനുഭവിക്കാൻ ചെല്ലുന്നെങ്കിലോ അവിടെ എന്താണ് അതിന്റെ പുണ്യം അനുഭവിക്കാൻ നേരം കുറെ അപ്സര സ്ത്രീകളും കുറെ എന്താണ് മധുപാനവും ഒക്കെ ചെയ്ത് ഈ പുണ്യത്തിന്റെ ആ ഒരു പീരീഡ് അങ്ങ് കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് അവിടെ നിന്ന് നേരെ താഴ്ത്തപ്പെടുന്നു ഭൗതിക ലോകത്തിലേക്ക് അല്ലേ? അപ്പം വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നു. ആ പുണ്യം തീർന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് പോകാനായിട്ട് വീണ്ടും നമുക്ക് സാധിക്കണമെങ്കിൽ എന്താണ് നമ്മളുടെ ബേസ് അല്ലെങ്കിൽ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം. അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ ഈ പുണ്യഫലം നമ്മളൊക്കെ ചെയ്തു, നമ്മളൊരു ക്ഷേത്രത്തില് അല്ലെങ്കിൽ ഒരു മണ്ഡപം കെട്ടിക്കൊടുത്തു, അവിടെ വലിയ അക്ഷരത്തിൽ നമ്മൾ എഴുതി കൊടുത്തു നമ്മളുടെ പേര് കാണാൻ വേണ്ടിയിട്ട് അല്ലെ, 10 പേര് കണ്ട് ഇന്നയാളുടെ വക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് നോട്ടീസിൽ വലിയ ടൈറ്റിൽ എഴുതി വന്നില്ല എങ്കിൽ ഞാൻ എന്താണ് അതിന്റെ പൈസ കൊടുക്കത്തില്ല, ഞാൻ 1 ലക്ഷം രൂപ തരാം, പക്ഷെ എൻ്റെ പേര് ഇത്രയും വലുപ്പത്തിൽ കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഡിമാൻഡ് ഉണ്ടെങ്കിലേ വരുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന എന്താണ്, അവർ ഈ പുണ്യങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. ആ ജനിക്കുന്നത് ചിലപ്പോൾ ഉയർന്ന ഉപരിഗ്രഹങ്ങളിലായിരിക്കും. എവിടെയാണ് ഇരുന്നാലും ആ പുണ്യത്തിന്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കേട്ടിട്ടില്ലേ സ്വർഗത്തിൽ കൂറികളായിട്ടൊക്കെ, അങ്ങനെ കൂറികളുടെ ഒക്കെ കൂടെ നടന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ച് അധപ്പതനം തന്നെ ഫലം. അപ്പം നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാവാം. അപ്പൊ നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമാണ് അല്ലേ? നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ അതിലില്ല എങ്കിൽ, ഭഗവാനെ മുൻനിർത്തി അല്ലാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് പ്രതിപ്രവർത്തനം ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു ദാനം ചെയ്യുവാണെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഒരു യാചകന് വന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു ദാനം ചെയ്തു, നമ്മൾ അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. അദ്ദേഹത്തിന് നമ്മൾ വന്ന് ഭിക്ഷ ചോദിച്ചു, നമ്മൾ അദ്ദേഹത്തിന് ദാനം ചെയ്തു ആ പൈസയും കൊണ്ട് അദ്ദേഹം പോയി കള്ള് വാങ്ങിച്ചു കുടിച്ചിട്ട് എന്ത് ചെയ്തു, 4 കാലം ഇതില്ലാതെ ലെവലില്ലാതെ വീട്ടിൽ ചെന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഇന്നും കുടിച്ചിട്ടാണോ വന്നിരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന എന്തോ ഇയാൾക്ക് ദേഷ്യം വന്നു, എന്തോ വരുന്നു തലകിട്ടടിച്ചു. ഭാര്യ അതേപടി അവിടെ വീണു. 3-4 കുട്ടികളുണ്ട് അല്ലേ? അപ്പം നമ്മൾ കൊടുത്ത പൈസയും കൊണ്ടാണ് ഇത് ചെയ്തതല്ലേ? അപ്പൊ എന്താണ് ആ കൊലപാതകം എന്നുള്ള ഇത്, ഭാര്യയെ വധിച്ചു എന്നുള്ള രണ്ടാമത്തെ ഇത്, 3 കുട്ടികളെ എന്താ അനാഥരായി, അതിന്റെ പാവം. അങ്ങനെ ഈ പാപത്തിന്റെയൊക്കെ എന്താണ് നല്ലൊരു പങ്ക്, 50% കൂടുതൽ പങ്ക് അത് കൊടുത്ത ആൾക്ക് ഉണ്ടായി. നമ്മൾ അറിയാതെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കർമ്മഫലത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നില്ല. ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാര് അതെന്താണ്, കടലിൽ അത് കപ്പലിറക്കുന്ന ആളും വലയിടുന്ന ആളും അതുപോലെ തന്നെ അതിനെ പിടിച്ച് കൊണ്ടുവരുന്ന ആളും ലേലം വിളിക്കുന്ന ആളും ഒക്കെ, നമ്മൾ സൈക്കിളെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആളും നമ്മൾ മീൻ വെട്ടുന്ന ആളും അത് കറി വെക്കുന്ന ആളും കഴിക്കുന്ന ആളും പാത്രം കഴുകി വെക്കുന്ന ആൾ പോലും ഒരേപോലെ കർമ്മഫലത്തിന് അർഹരാണ്. അപ്പം നമ്മൾ കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുകൂടി എന്താണ് ആ കർമ്മഫലത്തിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ നല്ലത് ചെയ്തു കഴിഞ്ഞാലും ഉണ്ട്, പക്ഷെ അവിടെ ഭഗവാന്റെ പൊട്ടൻസി ഇല്ലാത്തത് കൊണ്ടാണ്. ഭഗവാനെ മുൻനിർത്തി നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ കർമ്മഫലങ്ങളിൽ നിന്ന് നമുക്ക് മോചിതരാകാനായിട്ട് സാധിക്കും. അതിനാൽ യോഗത്തിനായി യജ്ഞിക്കുക, അല്ലയോ അർജുന, കർമ്മകുശലതയാണ് യോഗം. അപ്പൊ അതിനാൽ നമ്മൾ യോഗത്തിനായിട്ട് യജ്ഞിക്കുക, അതായത് യോഗം നമ്മൾ ഭഗവാനുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളെയും എന്താണ് നമ്മൾ മിക്സ് ചെയ്ത് അത് ആ യോഗയുക്തനായി മാറുക, ഭഗവാനുമായിട്ട് യുക്തനായിട്ട് മാറുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കർമ്മഫലങ്ങളുടെ അനന്തരഫലങ്ങളിൽ നമുക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂലസ്വരൂപത്തെക്കുറിച്ച് അവൻ അജ്ഞനാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ, ഒരാളുടെ മൂലസ്വരൂപം എന്താണ് ജീവര സ്വരൂപന നിത്യേന കൃഷ്ണദാസ് അല്ലെ? നമ്മൾ ആ മൂലസ്വരൂപത്തെക്കുറിച്ച് അജ്ഞരാകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇതിന്റെ എല്ലാം പ്രശ്നം. നമ്മൾ ഭഗവാന്റെ ദാസരാണല്ലേ, നമ്മൾ
ഭഗവാന്റെ എന്താണ് യജമാന ഭാവമാണ് നമ്മളല്ലേ, നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ യജമാന ഭാവം വെടിഞ്ഞ് ദാസ്യഭാവം നമ്മളിൽ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആ മൂലസ്വരൂപം ഏതാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ ഒരു സേവ നമ്മൾ ചെയ്യാതെ നമുക്ക് ഈ പറയുന്ന ഇതിൽ നിന്ന്, ഈ കർമ്മഫലങ്ങളുടെ ഇതിൽ നിന്ന് നമുക്ക് മുക്തനാകാനായിട്ട് സാധിക്കില്ല. അപ്പം സർവ്വവിധേനയും കൃഷ്ണഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജന്യമൃതികളുടെയും പ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാവുക എന്നുള്ള ഭഗവത്ഗീതയുടെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ഈ അജ്ഞാനം നീങ്ങും. അപ്പോൾ ഭഗവത്ഗീതയുടെ സന്ദേശം എന്താണ്? സർവ്വവിധേനയും, അതായത് ഒരു ഡിമാൻഡും ഇല്ലാതെ, ഒരു കണ്ടീഷനും ഇല്ലാതെ എന്താണ്, കൃഷ്ണന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും കർമ്മപ്രതികരണയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാവുക. അപ്പം ഭഗവത്ഗീതയുടെ ആ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇവിടെ പറയാണ് അല്ലേ. അത് അടിവരയിട്ട് വെച്ചു. സർവ്വവിധേനയും, യാതൊരു നിബന്ധനകളിലുള്ള ഒരു കണ്ടീഷനും ഇല്ലാതെ, എനിക്ക് ഇന്നത് തന്നാൽ ഞാൻ നിന്റെ ഭക്തനാകാം, അങ്ങനത്തെ കണ്ടീഷനിൽ നിന്നെല്ലാം ഉപരിയായി കൃഷ്ണന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും, അതായത് ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്നിട്ടുള്ള ആ കെട്ടുകളിൽ നിന്നും, ആ പ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് കെട്ടുകളൊക്കെ പൊട്ടിച്ച് എന്താണ് മുക്തനാകുക എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ ഒരു സന്ദേശം. ഒരുപാട് സന്ദേശങ്ങളുള്ളത്. അപ്പം ഈ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ നമ്മളുടെ അജ്ഞാനം, ഇത് ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അജ്ഞാനം നീങ്ങിക്കിട്ടും. അതുകൊണ്ട് കർമ്മഫലങ്ങളുടെ ശുദ്ധീകരണത്തിന് ഉതകുന്ന കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാൻ അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു. അപ്പോൾ അർജുനനോട് ഇപ്പോൾ ഭഗവാന് എന്താണ് ഈ ഉപദേശങ്ങളിൽ കൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ എന്താണ് ഈ കർമ്മത്തെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് അത് ഭഗവാനിൽ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന കർമ്മമാകണം, പ്രതിപ്രവർത്തനം ഇല്ലാത്ത കർമ്മമായിരിക്കണം എന്നുള്ള ആ ഒരു ഉപദേശം, ശരിയായിട്ടുള്ള ഉപദേശം, ഭഗവത്ഗീതയുടെയുള്ള ആ ഒരു തത്വം ഇവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് 51-ാമത്തെ ശ്ലോകം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ വിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്താ മനീഷണ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്ത നാമയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഒരു സെക്കൻഡ് പ്രഭു. ഞാനിവിടെ പിള്ളേരെല്ലാരും കൊണ്ട് ഇത് ഓഫ് ചെയ്ത് വെച്ചു, ബഹളം കേൾക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടേ. അല്ല, താമസമുണ്ട്. ഞാൻ അടുത്ത ആളെ മാതാജി റെഡി ആയിട്ടിരുന്നാ മതി. രാധിക മാതാജി. അടുത്ത ആളെ കൊണ്ട് വായിച്ചു പ്രഭു. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. പദം ഗച്ഛന്ത്യനാമയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ ജയ് ശിലപ്രഭാസ്. മനീഷിണഃ ഹി, യോഗികൾ അല്ലെങ്കിൽ, ഭക്തന്മാർ, ബുദ്ധിയുക്താഹ, ഭക്തിയുത സേവനത്തിൽ നിരതരായി, കർമ്മജം, കർമ്മത്തിൽ നിന്നുളവായ, ഫലം, ഫലത്തെ, തെക്ത്വ, ത്യജിച്ചിട്ട്, ജന്മബന്ധ വിനിർമുക്ത, ജന്മമാകുന്ന ബന്ധനത്തിൽ നിന്ന് മുക്തരായി, അനാമയം, ദുഃഖമില്ലാത്ത, പദം, പദത്തെ അല്ലെങ്കിൽ സ്ഥാനത്തെ, ഗച്ഛന്തി, പ്രാപിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭാത്. ജയ് ശിലപ്രഭാത്. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനനമരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവ സന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു എങ്ങനെ നമ്മൾ ഈ കർമ്മഫലത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന് 3-4 ശ്ലോകങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടുന്ന് ഇപ്രകാരം എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട്. അപ്പോൾ എപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്തുകൊണ്ട്. കർമ്മഫലം ഒരിക്കലും ഇച്ഛിക്കരുത്. അത് ചെയ്താൽ നമുക്ക് ഇന്നത് കിട്ടും, ഇന്നത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. അങ്ങനെ എത്തിയ ആൾക്കാരൊക്കെ ഋഷീശ്വരന്മാരായി പോയി അല്ലേ? ആ ഋഷീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ഈ കർമ്മ ബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തരാകുന്നു. അങ്ങനെ അവര് ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി. അപ്പൊ അവര് ജനന മരണ ശൃംഖല എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവർക്കില്ല. അവർക്ക് ഇനിയും ജനിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അവര് എന്താണ്? അവര് സർവ കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അതായത് ദൈവസന്നിധിയിൽ അവർ എത്തിച്ചേരുന്നു. കഷ്ടതകളൊന്നും ഇല്ലാത്ത സ്ഥലം എന്നാണ് വൈകുണ്ഠം, കുണ്ഠതയില്ലാത്ത സ്ഥലം. യാതൊരു വിഷമതകളോ വ്യാകുലതകളോ ഒന്നും ഇല്ലാത്ത സ്ഥലം വൈകുണ്ഠം. അവര് അവിടെ എത്തിച്ചേരുന്നു ഭഗവാന്റെ ധാമത്തില്. അപ്പം ഇനി അടുത്തത് അതിൻ്റെ ഭാവാർത്ഥമാണ്. ഭാവാർത്ഥം ഷിബി മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: മുക്തരായ ജീവാത്മാക്കൾ ഭൗതിക ഗുണങ്ങൾ ഇല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശ്രീമദ് ഭാഗവതം 10 അധ്യായം 14-58 വിവരിക്കുന്നുണ്ട്. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യേ യശോ മുരാരേ ഭവാം ബുദ്ധിർവത്സപദം പരം പദം പദം യത് വിപപദാംനേഷാം. പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകഴ്പെറ്റവനുമായ കൃഷ്ണന്റെ ചരണ പല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവെപ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. ഓരോ അടിവെപ്പിലും ആപത്തുള്ള ദുരിതപൂർണമായൊരിടമാണ് ഈ ഭൗതിക ലോകം എന്ന് അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണത ഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെങ്ങും ഏത് വിധമുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ജീവിത ക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എങ്ങും കൊടിയുത്തി വാഴുന്നുണ്ട്. ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ നിത്യദാസ്യമാണ് തന്റെ മൂലസ്വരൂപം എന്നതിനെ കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെ ഭൗതികവും ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിന്റെയും മരണത്തിന്റെയും സാന്നിധ്യമല്ലാത്ത വൈകുണ്ഠലോകം പോകാൻ അർഹനാകുന്നു. തന്റെ മൂലസ്വരൂപം മനസ്സിലാക്കുക എന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. ജീവാത്മാവിന്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്നു തന്നെ എന്ന തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്ന ആളാകട്ടെ ഇരുട്ടിലാണ്. ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ അയാളെ കൊണ്ടാവില്ല. സ്വയം ഈശ്വരനായി കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനന മരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തന്റെ നില ദാസന്റേതാണ് എന്നറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠ പദപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു. കൃഷ്ണന് വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനം എന്ന് തന്നെയോ പറയാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പം നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. അതായത് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിലെ 10, 14, 58 ഇതും അതുപോലെ തന്നെ നമുക്ക് കാണാതെ പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു ശ്ലോകം തന്നെയാണ്. പല ആചാര്യന്മാരും കോട്ട് ചെയ്തിട്ടുള്ള ഒരു ശ്ലോകമാണ്. സമാശ്രിതായേ പദവല്ലവപ്ലവം മഹത്പദം പുണ്യ യശോ മുരാരേ ഭവാംബുധി വത്സപദം പരം പദം പദം യത് വിപപദാം നദേശാം. അതായത് ഈ നമ്മളുടെ ഓരോ കാൽവെപ്പിലും എന്താണ് വിപദം അല്ലെങ്കിൽ ആപത്ത് ഇങ്ങനെ പതിയെ പമ്മി ഇരിക്കുക അല്ലേ നമ്മൾ മുന്നോട്ട് ഓരോ കാൽവെപ്പിലും. അപ്പോഴൊക്കെ എന്താണ് ആ മുരാരെ, ഈ ശത്രുക്കളെ ഒക്കെ മുരൻ എന്ന് പറഞ്ഞ അസുരന്റെ ശത്രുവായിട്ടുള്ള ആ ഭഗവാനെ മുരാരെ നമ്മളുടെ പങ്കജത്തിൽ ചരണപല്ലങ്ങൾ തോണിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നവർക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്?
പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകഴ്പെറ്റവനുമായ കൃഷ്ണന്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സാഗരം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം ഭൗതിക ക്ലേശമില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവെപ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. നമ്മള് ഒരു ഒരു വലിയൊരു മഹാസാഗരം നമുക്ക് കടക്കണം അല്ലേ? നമുക്ക് എന്താണ് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഒരു തോണി ഉണ്ടെങ്കിൽ കൂടി വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ആ തോണി തിരമാലകൾ ഇങ്ങനെ ഈ നമ്മളുടെ എന്താണ് ഭൗതികമായ വിഷയങ്ങളാകുന്ന തിരമാലകളിൽ ആ തോണി ഇങ്ങനെ, അതായത് ഇത്രയും വലിയ മഹാസമുദ്രമാണല്ലേ ഈ ഭവസാഗരം എന്ന് പറയുന്നത് അല്ലേ? ഭവസാഗരം അത്രയും വലുതാണ്. ഈ ഭവസാഗരത്തിൽ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു പുൽനാമ്പായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു തോണിയായിരിക്കും. ഈ തോണിയിൽ അക്കരെ എത്താണ്ട് പറ്റുമോ? ഇല്ല അല്ലേ? പക്ഷേ എന്താണ് ഭഗവാന്റെ മുക്തിദായകനായ മുകുന്ദന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്ക് അത് എന്തുമാത്രം ഈസിയാണ്. ഈ മഹാസാഗരത്തെ കിടക്കുന്ന എന്തുമാത്രം ഈസിയാണ്, എത്ര ഈസിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ത് ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്? ഒരു പശുവിന്റെ ഒരു പശുക്കിടാവിന്റെ കുളമ്പടിയില് എന്താണ് ഉണ്ടാകുന്ന സ്പേസ് എത്രമാത്രം അറിയാം അല്ലേ? അതിന്റെ ഉള്ളിൽ കിടക്കുന്ന വെള്ളമില്ലേ, അത് മറികടക്കാണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്? അത്രയും ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ മഹാസാഗരം, ഈ ദുരിതസാഗരം, ദുരിതം നിറഞ്ഞ തിരമാലകൾ നിറഞ്ഞ നമ്മളുടെ ഈ ഒരു ഭൗതികമായിട്ടുള്ള ജീവിതം അതിൽ നിന്ന് കരകയറാനായിട്ട് എന്തുമാത്രം മുകുന്ദന്റെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിക്കുന്നവർക്ക് എന്തുമാത്രം ഈസിയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഭാഗവത്തിൽ. എന്താണ് ഒരു കിടാവിന്റെ കുളമ്പടിയിൽ പതിഞ്ഞിരിക്കുന്ന വെള്ളം മറികടക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ടുണ്ടോ? എത്ര ബുദ്ധിമുട്ടാണ്? യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? അത്രയ്ക്ക് ഈസി ആയിരിക്കും മുകുന്ദന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്ക് അല്ലേ? അപ്പം ഭൗതിക ക്ലേശമില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠം, അതാണ് അവരുടെ ലക്ഷ്യം. വൈകുണ്ഠത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? 10,000 തേള് കടിക്കുന്ന വേദനയാണ് നമുക്ക് എന്താണ് നമ്മുടെ ജീവാത്മാവ് നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞായിരുന്നു അല്ലേ? ഒരു അമ്മ, പ്രായം ചെന്ന ഒരു അമ്മ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ അശരീരി പോലെ ഞാൻ നിന്നെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നാളെ വരൂ, റെഡി ആയിട്ട് വരൂ, കൊണ്ടുപോകാന്ന് ഞാൻ കഥ പറഞ്ഞല്ലേ. അപ്പൊ എന്നിട്ട് പോലും അത്രയും പ്രായമായ അമ്മ, 85 വയസ്സായ അമ്മയ്ക്ക് എന്താണ് പോകാനായിട്ട് സാധ്യമാകുന്നില്ല. പോകാനായിട്ടല്ലേ വീണ്ടും എന്താണ് നമുക്ക് ഇവിടെ കിടക്കണം എന്നാണ് അല്ലേ? നമ്മൾ തളർന്ന് കിടക്കുവാണെങ്കിൽ കൂടിയും വീണ്ടും നമുക്ക് മക്കളുടെയും കൊച്ചുമക്കളുടെയും എന്താണ് അവർ നമ്മളെ സേവ ചെയ്യുന്നത് നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ? കാര്യം അവർ ചിലപ്പോൾ അറപ്പോടും വെറുപ്പോടും കൂടി ആയിരിക്കും നമ്മളെ ഇത് ചെയ്യുന്നത്. ഈ ശല്യം ഇത് പോകുന്നില്ലല്ലോ, ഈ ജീവൻ വിട്ടു പോകുന്നില്ലല്ലോ എന്നുള്ളത് രീതിയിലായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ ആ സേവ ഇവിടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ യമദൂതന്മാർ വന്ന് ഈ ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ, യമപാശം വെച്ചിട്ട് പറിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ 10,000 തേള് കടിക്കുന്ന വേദനയാണ്. പക്ഷേ നമ്മൾ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ ഏതവസ്ഥയിലും തളർന്നു കിടന്നോട്ടെ, ഏതവസ്ഥയിൽ കിടന്നോട്ടെ, അവർക്ക് എങ്ങനെയാണ് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ലാഘവത്തോടു കൂടി എന്ത് ചെയ്യാം? നമ്മളുടെ ജീവാത്മാവിനെ നമ്മൾക്ക് പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കും. നമുക്ക് എന്താണ് വിഷ്ണു പാർഷദന്മാരായിരിക്കും നമ്മളുടെ ജീവൻ കൊണ്ടുപോകാനായിട്ട് വരുന്നത്. അല്ലാതെ പാർഷദന്മാരെ കൊണ്ടുപോയി യമദൂതന്മാരുടെ ആ ഒരു പീഡനങ്ങളോ ഇതൊന്നും നരകയാതനകളോ അനുഭവിക്കേണ്ടി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മുകുന്ദന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം പ്രാപിക്കണം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു പശുക്കിടാവിന്റെ കുളമ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന വെള്ളത്തെ തരണം ചെയ്യുന്ന ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഇല്ലാതെ നമുക്ക് എന്താണ് നമ്മളെ ജീവാത്മാവിനെ പുറത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോ അടിവെപ്പിലും ആപത്തുള്ള ദുരിതപൂർണമായിട്ടുള്ള സ്ഥലമാണ് ഭൗതിക ലോകം. അതുകൊണ്ടാണ് പദം വിപദം എന്ന് പറയുന്നത് അല്ലെ? ഓരോ അടിവെപ്പിലും നമ്മൾ ആ ഭാഗവത്തിലെ ശ്ലോകം, അത് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. 10ാമത്തെ കാണ്ഡത്തിലെ 14:58 പദം വിപദം, ഓരോ അടിവെപ്പിലും ആപത്ത് പതിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ ഭൗതിക ലോകത്ത് ഈ മഹാസാഗരം ആയിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ഈ ഭൗതികതയിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെയുള്ള എന്താണ് വൈകുണ്ഠത്തിലേക്ക് എങ്ങനെ പോകാം, കുണ്ഠതയില്ലാത്ത സ്ഥലത്തേക്ക് എങ്ങനെ പോകാം, അത് എത്രമാത്രം ഈസിയാക്കി നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് അല്ലെ? എത്രമാത്രം ഈസി ആയിട്ട് പോകാൻ പറ്റും? ഒരു ഉറുമ്പ് കടിയുടെ വേദന പോലും ഇല്ലാത്ത അത്രയും എളുപ്പത്തില്, അതായത് ഒരു പശുക്കിടാവിന്റെ കുളമ്പ് യിലുള്ള വെള്ളം മറികടക്കുന്ന അത്രയും ലാഘവത്തോടു കൂടി നമുക്ക് പോകാനായിട്ട് സാധിക്കണമെങ്കിൽ എന്താണ് നമ്മളുടെ പ്രാക്ടീസ്,
തന്നെ ഭക്തിയുത സേവനം തന്നെ ആണ് ഉം, ആ, മാർഗമുള്ളൂ. വേറൊരു മാർഗവും ഇല്ല. ഭക്തിയുത സേവനം ചെയ്യുക. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന ബുദ്ധിഹീനന്മാരെ അജ്ഞാനത്താൽ എന്താണ് കാമ്യ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന പരിണത ഫലങ്ങളിലാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള വിവിധ ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഇവിടെ എപ്പോഴും ഈ ദുഃഖാലയം അശാശ്വതം, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ശാശ്വതമല്ല, അല്ലേ? ഈ ദുഃഖാലയമാണിത്. ഭഗവാൻ തന്നെ പറയുന്നു ദുഃഖാലയം അശാശ്വതമാണ്. ഈ ദുഃഖം നിറഞ്ഞതാണ് ഈ ഒരു സ്ഥലം. അതായത് എൻ്റെ ലോകത്ത് കുണ്ഠതകളൊന്നുമില്ല, വൈകുണ്ഠമാണ്, അല്ലെ? യാതൊരു തര വ്യാകുലതകളുമില്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മളെ ഇങ്ങനെ എന്താണ് നമ്മളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താണ് ചാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ ക്യാൻറ്റ് എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ട്, അല്ലെ? ശ്രീല പ്രഭുപാദരെ നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞു ചാൻഡ് ഹരേ കൃഷ്ണ, ചാൻഡ് ഹരേ കൃഷ്ണ. അപ്പൊ ക്യാൻറ്റ് നമുക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഇതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ഇതാണ് മാർഗം, ഇവിടെ ഇതാണ് വൈകുണ്ഠമാണ്, യാതൊരു കുണ്ഠതകളുമില്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ നമ്മളെ വിളിക്കുകയാണ്. ഓരോ ആചാര്യന്മാരെ വിട്ട് തരുന്നില്ല, ഓരോ സത്സംഗങ്ങളിൽ നമ്മളെ കയറ്റി വിടുകയാണ്, എങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്ന് ഡെലിവർ ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അതിന് തയ്യാറാകുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ആ പ്രായം ചെന്ന അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും ആയാലും ഭഗവാൻ നേരിട്ട് വിളിച്ചു എന്നാണ് അവരുടെ മനസ്സിൽ അപ്പോഴും തോന്നിയിരിക്കുന്നത്. ഭഗവാൻ നേരിട്ട് വിളിച്ച് പിറ്റേ ദിവസം തൊട്ട് ക്ഷേത്രത്തിൽ പോകാതെയായി. കാര്യം എന്താണ്? അവർക്ക് പോകാനായിട്ടുള്ള സമയം ആയില്ല എന്ന് അവരപ്പോഴും പറയാം. 85 വയസ്സായി, ഭഗവാൻ വിളിച്ചു, എന്നാൽ നാളെ അമ്പലത്തിൽ നിന്ന് നോക്കിയാലോ എന്ന് പോലും അവർക്ക് ആ ഒരു ഇതുണ്ടായില്ല. കാര്യം നമ്മൾ എല്ലാവരും അതേ കാറ്റഗറിയാണ്. ആ അമ്മ വെറുതെ കുറ്റം പറയേണ്ട, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഭഗവാൻ നേരിട്ടിട്ട് നീ പോരൂ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എന്താണ്, ഇത് ഭഗവാനല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനത്തെ കാലമാണ് കലികാലം, അല്ലേ? ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ നിത്യദാസനുമാണ് തന്റെ മൂലസ്വരൂപം എന്നതിനെക്കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു. അപ്പം ഈ ഒരു വാസ്തവം അറിയാണ്, നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്, ഭഗവാന്റെ നിത്യദാസനാണെന്ന് അറിയുകയാണെങ്കിലും നമ്മുടെ മൂലസ്വരൂപം അതാണെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, അതീന്ദ്രിയ പ്രേമത്തോടു കൂടി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് സേവ എങ്ങനെയാണ് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് നമ്മളെ സേവയിൽ കൂടി അടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം, അല്ലെ? നിത്യദാസനാകണമെങ്കിൽ നമ്മളിപ്പോൾ സത്സംഗമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ ചെന്നിട്ട് ചമ്മരം പടഞ്ഞ് ഇരുന്ന് അങ്ങനെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ചെന്ന് കഴിഞ്ഞ് നേരെ അവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടോ, ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇടുക. എന്നിട്ട് അവിടെ എന്തെങ്കിലും വിളക്ക് തേക്കാനുണ്ടോ, മാല കെട്ടാനുണ്ടോ, അതുപോലെ തന്നെ ഡയറ്റീസ് ഒക്കെ വൃത്തിയാക്കാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്, ഇനി തിരിയൊക്കെ തെറുത്ത് വിളക്കുകളൊക്കെ കത്തിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ പ്രസാദം ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അവിടെ ചെന്ന് ആദ്യം ചെയ്യുന്ന പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കുക, പച്ചക്കറിയെല്ലാം അരിഞ്ഞു കൊടുക്കുക. അവരുടെ സേവയിൽ നമ്മൾ പൂർണ്ണമായിട്ടും വ്യാപൃതരാകണം, അല്ലേ? നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? സാധാരണ ഏതെങ്കിലും ഒരു സത്സംഗം നടക്കുന്നത്, നമ്മൾ ആദ്യം അവിടെ പ്രധാന സ്ഥാനത്ത് കസേരയൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇരുന്നു, അല്ലെ? ഇരുന്ന് കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മളെ അടുക്കെ കൊണ്ട് സത്സംഗം എല്ലാം കഴിഞ്ഞിട്ട് പാത്രം കൊണ്ടു തരുന്നു, എന്നാൽ പ്രസാദം അത് കഴിച്ചിട്ട് ആ പാത്രം അവിടെ ഇട്ടിട്ട് നമ്മൾ ഒരു പോരിച്ചു വരും. ആദ്യം തന്നെ പോരും, അല്ലേ? ആദ്യ പ്രസാദം കഴിച്ചിട്ട്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഭക്തി കിട്ടണമെങ്കിൽ ആചാര്യന്മാരൊക്കെ നമുക്ക് ആദ്യം തരുന്നത് എങ്ങനെയാണെന്നറിയോ? എന്താണ്, നമ്മളെ ഈ സേവയാണ് തരുന്നത് നമുക്ക് ഭക്തി കിട്ടണമെങ്കിൽ. അപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? നമ്മൾ വീട്ടിലിരിക്കുന്ന കൃഷ്ണ വിഗ്രഹത്തെ തുടച്ച് വൃത്തിയാക്കി ഒരു തുളസിമാലയൊക്കെ കെട്ടി ഇട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ നാമജപമൊക്കെ ആയിട്ട് ഇരുന്ന് നമ്മൾ വീട്ടിലാണെങ്കിൽ ഭഗവാൻ സേവ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സാധനവും ഇത് ഭഗവാന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് യശോദാമായി എങ്ങനെയാണ്, നിങ്ങൾ അമ്മമാരായതുകൊണ്ട് ഞാൻ പറയാം, യശോദാമായുടെ ഭാവത്തിൽ നിങ്ങൾ പാചകം ചെയ്യുക, അല്ലേ? അപ്പൊ ആ ഭാവത്തിൽ നമ്മൾ ഭഗവാന്റെ സ്മരണയായിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് എന്താണ് ആ പ്രസാദത്തിന്റെ അതിൻ്റെതായ വ്യത്യാസം വരും, അല്ലേ? ഭഗവത് സ്മരണ ഗോപികമാര് ചെയ്ത പോലെ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും എന്താണ് ഭഗവത് സ്മരണയോട് കൂടി ചെയ്യുക. എന്ത് കാര്യങ്ങൾ അവരെന്താണ്, ഭാര്യമാരായിരുന്നു, അമ്മമാരായിരുന്നു, അവര് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്ന ജോലി? തൈര് കടഞ്ഞ് വെണ്ണ എടുത്ത് വിൽപ്പനയാണ്, അല്ലെ? പിന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവർ ആ കാര്യങ്ങളെല്ലാം ചെയ്തു, ഭഗവാൻ അവരെ വിട്ടുപിരിഞ്ഞെങ്കിലും. പക്ഷെ എന്ത് ചെയ്തപ്പോഴും എന്തായിരുന്നു, എപ്പോഴും അവരുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു, അല്ലെ? ഭഗവാന്റെ ലീലകള്, ഭഗവാനും അവരുമായിട്ടുള്ള ലീലാസ്മരണത്തിൽ കൂടെയാണ്
അവരെല്ലാം ചെയ്ത്. അതുപോലെ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് ഭഗവാന്റെ ലീലാസ്മരണം ആയിട്ട് ചെയ്തു കൂടാ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലീലാസ്മരണം നമുക്ക് കിട്ടണമെങ്കിൽ ഹിയറിങ്. ഹിയറിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ശ്രവണമാണ് അതിന്റെ ആദ്യപടി. ഭഗവാനെ പറ്റി കേൾക്കണം. ഭഗവാന്റെ പറ്റി ഭഗവാന്റെ പരമഭക്തന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം. കേട്ടിട്ട് നമ്മൾ ആചരിക്കണം. നമ്മൾ ഭക്തിയുത സേവനം ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെയാണ് ഇതിന്റെ ഒരു വൈകുണ്ഠ ലോകം പോകാൻ അർഹത നേടുന്ന കാര്യങ്ങൾ. അപ്പൊ തന്റെ മൂലസ്വരൂപം മനസ്സിലാക്കിയാൽ ഭഗവാൻ തന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നാണ്. അപ്പം സ്വരൂപം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാന്റെ എന്താണ് അവസ്ഥ വെളിപ്പെടുത്തും, ഭഗവാനെ തന്നെ വെളിപ്പെടുത്തും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്താൽ ഗീവ് ആൻഡ് ടേക്ക് അല്ലേ? നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങോട്ടേക്ക് നമുക്ക് തരും, അല്ലെങ്കിൽ ആ അവസ്ഥ വെളിപ്പെടുത്തി തരും. അപ്പൊ തന്റെ നില നിത്യദാസന്റേതാണ് എന്നറിഞ്ഞാൽ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ തന്നെ വൈകുണ്ഠ പ്രാപ്തിക്ക് അർഹനാകുകയും ചെയ്യും. കൃഷ്ണന് വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്നോ ഒക്കെ തന്നെ പറയാം. അപ്പൊ കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന ഏത് സേവയും നമുക്കെന്താണ് അതിനെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്നോ ഒക്കെ പല പേരിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി അടുത്ത 52ാമത്തെ ശ്ലോകമാണ്, നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മോനെ, എന്തുണ്ട്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മോനും ഇന്ന് ഭക്തിയുത സേവനം ചെയ്യുകയാണല്ലേ? ഭഗവാനെ പറ്റി ഹിയറിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളോർക്കും കുട്ടികൾ കേൾക്കുന്നില്ലായിരുന്നു, പക്ഷെ അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് കാര്യം എന്താണ്? ഭഗവാന്റെ നിത്യദാസനാണ്, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെ അവിടെ ഇരുത്തുക എന്നുള്ള കർമ്മമാണ് നമ്മൾ രക്ഷകർത്താക്കൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഭഗവാന്റെ നാമം ചെല്ലുന്നിടത്ത് അത് ഇരുത്തുക. അപ്പൊ കുട്ടികൾക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഹരേ കൃഷ്ണ. അപ്പം നമ്മള് ഇന്ന് ഇവിടെ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടോ? ഓരോ പോയിന്റ് പറയാം, എന്നിട്ട് നമുക്ക് ഇന്ന് സംസാരധാവ എന്നുള്ള നമ്മൾ എടുത്തുകൊണ്ടിരുന്ന മംഗളാരതി സോങ് നമുക്ക് ഇന്ന് തീർക്കാന്ന്. അന്ന് പ്രഭു ശിക്ഷാഷ്ടകം ചൊല്ലണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ശിഷ്ടാഷ്ടകം ചൊല്ലുകയും 10 അപരാധങ്ങളും മാതാജി പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ ശിഷ്ടാഷ്ടകം? അങ്ങനെയാണ് മാതാജി ഇന്ന് ശിഷ്ടാഷ്ടകം എടുത്തോളൂ. അല്ല, ഞാൻ ആദ്യം ഇതിന്റെ ഭഗവത്ഗീതയുടെ ഇത് ചോദിക്കട്ടെ. ചിലർക്ക് ചിലപ്പോൾ ലീവ് ചെയ്യേണ്ടവരുണ്ടായിരിക്കും. അപ്പൊ ഭഗവത്ഗീതയിലെ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. അപ്പം നിങ്ങൾ സംശയമില്ലെങ്കിൽ ഓരോ പോയിന്റ് വഴി ചോദിക്കാൻ ഓരോരുത്തരെ ഞാൻ വിളിക്കാം. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജീവാത്മാക്കളുടെ ശരിയായ പ്രവർത്തന പദം എന്ന് പറയുന്നത് ഭക്തിയുത സേവനമാണ്. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനെ മുൻനിർത്തി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കൃഷ്ണാവബോധത്തോടെ അല്ലാതെ ചെയ്താൽ കർമ്മങ്ങളെല്ലാം നിഷ്കൃതങ്ങളായി പോകുന്നു. കൃഷ്ണാവബോധപൂർവമായ പ്രവർത്തനത്തിന് വേണ്ടി സർവശക്തികളും ഉപയോഗിക്കുന്നവർക്ക് ജീവിത വിജയം തീർച്ചയായും കൈവരും. ഹരേ കൃഷ്ണ. തന്റെ മൂലസ്വരൂപത്തെ കുറിച്ച് നിരന്തരം അജ്ഞനാണ്. സർവവിധവും കൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും കർമ്മങ്ങളുടെയും കെട്ടുകളിൽ നിന്ന് മുക്തനാവുക എന്നതാണ് ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് അറിയാൻ കഴിയുന്നതും പഠിക്കാൻ കഴിയുന്നതും ചെയ്യേണ്ടതും. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജീവാത്മാവിന്റെ ശരിയായ ഭാവം ദാസ്യഭാവമാണ്. ഭഗവാന്റെ നിത്യദാസനാണ് നമ്മുടെ മൂലസ്വരൂപം. ദുരിതം നിറഞ്ഞ ഭൗതിക ലോകമാകുന്ന സാഗരം മറികടക്കുന്നതിന് ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ തോണിയായി സ്വീകരിക്കുന്നവർക്ക് പശുവിന്റെ കുളമ്പടി പതിഞ്ഞ് കുഴിയിലുള്ള വെള്ളം മറികടക്കുന്നത് പോലെ എളുപ്പമാണ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാതാജി പറഞ്ഞത്. ഇനി അടുത്തത് ജ്ഞാനാംബിക മാതാജി.
ഹരേ കൃഷ്ണ. മാതാജി എന്തൊക്കെയോ പറയുന്നത് നമ്മളാരും കേൾക്കുന്നില്ല. ഭൗതിക ബന്ധങ്ങളിൽ കുടുങ്ങി കർമ്മങ്ങൾ ചെയ്യുന്നത് പിശുക്കന്മാരാണ്. ഭഗവാന്റെ സ്മരണയില്ലാതെ ഒന്നും ചെയ്യരുത്. അതിൽ ഭഗവത്ഗീത അനുവദിക്കുന്നില്ല. കൃഷ്ണന്റെ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. പ്രവർത്തനത്തിന് മുഴുവൻ സമയവും ശക്തിയും ഉപയോഗിക്കുന്നവർക്ക് ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. മൃഗതുല്യമായി മാതാജി സ്റ്റക്കായി പോയല്ലോ. ശിവി മാതാജി. കൃഷ്ണ പ്രഭുജി, ഇത് ഏറ്റവും കേട്ടില്ലേ പ്രഭു? മാതാജി സ്റ്റക്കായി പോയായിരുന്നു. ഞാൻ പകുതി കേട്ടു. ശിവി മാതാജി പറഞ്ഞോളൂ. അടിസ്ഥാനമായിട്ട് ഇന്ന് പഠിച്ചതിൽ മനസ്സിലാക്കുന്ന ഭക്തിയുത സേവനമാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ആ ഭക്തിയുത സേവനത്തിലൂടെ നല്ല ചീത്ത കർമ്മങ്ങളിൽ നിന്ന് മുക്തനാവും. അതുപോലെ യജമാന ഭാവം വെടിഞ്ഞ് ദാസ്യഭാവത്തിലായിരിക്കണം. പിന്നെ ഭഗവാന്റെ നിത്യദാസനായിരിക്കും. അങ്ങനെ നമ്മള് അങ്ങനെ സർവ്വവിധേയനും കൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും കർമ്മപ്രതിങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാവുക എന്നുള്ള ഭഗവത്ഗീതന്റെ ഒരു സന്ദേശം ഇന്ന് ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിച്ചവർക്ക് പശുവിൻ കുടമ്പടിയിലെ വെള്ളം പോലെ ഈ സംസാരമാകുന്ന സമുദ്രം നമുക്ക് മറികടക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു വൈകുണ്ഠമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ നിരതനായി ഏർപ്പെടുക, ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി അടുത്ത് ശാന്തകുമാരി മാതാജി. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി തരുന്ന അറിവും ജ്ഞാനവും ഭക്തിയും നമ്മളത് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ ഭഗവത് ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതും ഒരു ഭഗവാൻ സേവ ആകും. നമുക്കൊന്നും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ ഇപ്പൊ പ്രഭു പറയുന്നത് എന്ത് നല്ലൊരു കാര്യങ്ങൾ അത് തന്നെ. നമുക്കറിയാവുന്ന ഒരു ഭാവമേ നമ്മൾ വെക്കരുത്. ഇപ്പൊ പ്രഭു പറയുന്ന ഞങ്ങള് ഭഗവാൻ പറയുന്ന കണക്ക് തന്നെയല്ലേ ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ ഭക്തിഗത സേവനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. മല്ലിക മാതാജി ഉണ്ടോ? അവൈലബിൾ ആണോ? കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജി ഉണ്ടോ? പറഞ്ഞോളൂ. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കാതെ ഞാൻ ഭഗവാനേക്കാൾ മേലെയാണ് വിചാരിക്കുന്ന മനുഷ്യന്മാരുടെ നില തികച്ചും ആത്മീയന്മാരുടെയാണ്. അപ്പൊ അവർക്ക് വൈകുണ്ഠ ലോകത്തിൽ എന്തായാലും എത്തിപ്പെടാൻ കഴിയില്ല. നേരെ മറിച്ച് ഞാൻ ഭഗവാന്റെ ദാസനാണ്. ഭഗവാൻ എന്നേക്കാൾ മേലെയാണ്. ഞാനും ഭഗവാനും ഒന്നല്ല. എനിക്ക് ഭഗവാനോട് ഒരിക്കലും എത്താനും ആവില്ല. അപ്പൊ ഭഗവാന്റെ ദിവ്യത മനസ്സിലാക്കി ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന് മനസ്സിലാക്കി ഭഗവാന് ഭക്തിയുത സേവനം നടത്തി കംപ്ലീറ്റ് ഭഗവാന്റെ പാദത്തിൽ സ്വയം അർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായാലും മുക്തി നൽകും. ഭഗവാന്റെ പാതയിലേക്കൂടെ ഭഗവാന്റെ ലോകത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. സവിത മാതാജി. ഹരേ കൃഷ്ണ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഭഗവാൻ സാക്ഷിയാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പുണ്യം അനുഭവിക്കാൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഓരോ കർമ്മവും നമ്മൾ ഭഗവാനെ മുൻനിർത്തിയാണ് ചെയ്യുകയാണെങ്കിൽ കർമ്മഫലങ്ങളിൽ നിന്നും നമ്മൾക്ക് മോചിതനാവാം എന്ന് പറയുന്നു. കർമ്മകുശലതയാണ് യോഗം എന്നാണ് ഇവിടെ ഇന്നത്തെ ശ്ലോകങ്ങളിലെല്ലാം പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ ദാസനാണ് എന്ന് നമ്മൾ അറിയണം. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഒരു സമ്മറി ആയിട്ട് പറഞ്ഞു, വളരെ നന്നായിട്ട്. ഹരിബോൾ. താങ്ക് യു മാതാജി. കൃഷ്ണകുമാരി മാതാജി. മാതാജി ഇല്ല. വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാനെ മുൻനിർത്തി കർമ്മങ്ങൾ ചെയ്യണം. കൃഷ്ണ ഭഗവാന്റെ സംതൃപ്തി ഉദ്ദേശിച്ച് നേടി ഉണ്ടതയില്ലാത്ത വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേരാം. ഓക്കെ. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഇനി അടുത്ത് വേണുഗോപാൽ എന്നുള്ള ഇതിൽ ആരോ ഉണ്ടല്ലോ. ആരാണ്? വേണുഗോപാൽ എന്നുള്ള പേരില് അറിയില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാവരും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ശിക്ഷാഷ്ടകമുണ്ട്, 10 അപരാധങ്ങളുമുണ്ട്, സംസാരതാവുണ്ട്. അപ്പം ശിക്ഷാഷ്ടകം രാധിക മാതാജി. എന്നോടൊന്നും ചോദിച്ചില്ല. ഹരേ കൃഷ്ണ മാതാജി അല്ല റെഡിയാണോ? പ്രഭുജി, ആ എന്നോടൊന്നും ചോദിച്ചില്ല. മാതാജി ഇന്ന് ആൻസർ എന്നോടൊന്നും പറഞ്ഞു. മാതാജി ചോദിച്ചില്ല. യാത്രയിലായിരിക്കും വിചാരിച്ചു. കുറച്ച് ഒച്ചയും ബഹളമൊക്കെ കേട്ടു. അതുകൊണ്ട് യാത്രയായിരിക്കും എന്ന് വെച്ചാൽ ചോദിക്കായിരുന്നു. ഇല്ല, ഞാൻ ചേട്ടനോട് അന്ന് TV വെച്ചാ, ഞാൻ ഇപ്പറേ മാറി. എന്നാ മാതാജി പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞോളൂ. ഞാൻ ഇപ്പറേ മാറി. ഒരു പോയിന്റ് പറഞ്ഞോളൂ. എന്താ, സർവ്വവിധേനയും കൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും കർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്നും മുക്തനാവുക. അതാണ് ഭഗവത്ഗീതയിലെ പ്രധാന തത്വം. ഹരേ അതാണ് കൃഷ്ണ. എഴുതി വെച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇനി രാധിക മാതാജി. പ്രഭു ഹരേ കൃഷ്ണ. ചൊല്ലിക്കോട്ടെ. ആ ഹരേ കൃഷ്ണ. ശിക്ഷാഷ്ടകം. ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയക്കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധൂജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം നാമകാരി ബഹുധാ നിജ സർവശക്തി തത്രാർപ്പിതാ നിയമിത സ്മരണേന കാല ഏതാദൃശീ തവ കൃപാ ഭഗവൻ മമാപി ദുർദൈവമീദൃശ വിഹാരവിസുനീതേന തരോരപി സഹിഷ്ണുനാ അമ്മാനദേന കീർത്തനീയ സദാ ഹരി നധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശകാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിർ അഹൈതുകീ ത്വയി അയി നന്ദതനുജ കിങ്കരം പതിതം മാ വിഷമേ ഭവാംബുധൗ കൃപയാ തവ പാദപങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയാ നയനം ഗലദശ്രുധാരയാ വദനം ഗദ്ഗദരുദ്ധയാ ഗിരാ പുളകൈർനിചിതം വപുഃ കദാ തവ നാമഗ്രഹണേ ഭവിഷ്യതി യുഗായിദം നിമേഷേണ ചക്ഷുഷാ പ്രാവൃഷായിദം ശൂന്യായിദം ജഗത് സർവം ഗോവിന്ദ വിരഹേണ മേ
आश्लिष्य वा पादरदां पिनष्टु माम् आदशान् महतां करोतु वा यथा तथा विदधातु लम्पटो मत्प्राणनाथस्तु स एव नापरा मत्प्राणनाथस्तु स एव नापरा मत्प्राणनाथस्तु स एव नापरा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण हरे कृष्ण 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 हरे 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 राम 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 ഹരേ ഹരേ हरे ഹരേ हरे കൃഷ്ണ. कृष्ण ഇന്ന് 10 അപരാധം ആരാണ് തയ്യാറാ? ഗീതാ മാതാജി റെഡിയാണോ? എന്നാ മാതാജി. 10 നാമാപരാധങ്ങൾ. തിരുനാമങ്ങൾ ജപിക്കുമ്പോൾ ഒഴിവാക്കേണ്ട 10 അപരാധങ്ങൾ. 1. ഭഗവത് നാമ പ്രചാരണത്തിനായി സ്വജീവിതം സമർപ്പിച്ച ഭക്തന്മാരെ നിന്ദിക്കുന്നത്. 2. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാരുടെ നാമങ്ങളെ വിഷ്ണുവിന്റെ നാമങ്ങൾക്ക് തുല്യമായോ സ്വതന്ത്രമായോ കരുതുന്നത്. ചില സാങ്കേതിക വിഭാഗം ജനങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെ ദേവന്മാർക്ക് തുല്യനായി കരുതുന്നു. എന്നാൽ ദേവന്മാർ ആരും തന്നെ പരമപുരുഷനിൽ നിന്നും സ്വതന്ത്രരല്ലെന്ന് ഒരു ഭക്തൻ മനസ്സിലാക്കുന്നു. അതിനാൽ കാളി, ദുർഗ എന്നിങ്ങനെ ദുർഗ എന്നിങ്ങനെ ജപിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് തുല്യമാണെന്ന് കരുതുന്നത് അപരാധമാണ്. 3. ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കുന്നത്. 4. വേദശാസ്ത്രങ്ങളെയും അവയിൽ അധിഷ്ഠിതമായ വൈദിക സാഹിത്യങ്ങളെയും നിന്ദിക്കുന്നത്. 5. ഹരേ കൃഷ്ണ മഹാമന്ത്ര മഹാത്മ്യങ്ങളെ ഭാവനയായി കരുതുന്നത്. 6. ഭഗവാന്റെ ദിവ്യനാമങ്ങൾക്ക് ഭൗതിക വ്യാഖ്യാനം നൽകുന്നത്. 7. ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ജപിക്കുന്നതിന്റെ ബലത്തിൽ പാപം ചെയ്യുന്നത്. ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതിനാൽ എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്നും മോചിതരാകും എന്ന ബലത്താൽ തുടർന്ന് പാപകർമ്മങ്ങൾ ചെയ്യുകയും പിന്നീട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് അവയെ നിർവീര്യമാക്കുകയും ചെയ്യുന്നത് അപരാധമാണ്. 8. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തെ വേദങ്ങളിലെ ഫലോദിഷ്ട കർമ്മങ്ങളിലെ കർമ്മകാണ്ഡ ഒരു മംഗളകരമായ ചടങ്ങായി കരുതുന്നത്. 9. അവിശ്വാസിയായ ഒരു വ്യക്തിയോട് ദിവ്യനാമത്തിന്റെ മഹാത്മ്യങ്ങൾ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും നാമങ്ങൾ ജപിക്കാം, എന്നാൽ തുടക്കത്തിൽ ഒരു വ്യക്തിയോട് നാമത്തിന്റെ അതീന്ദ്രിയ ശക്തിയെക്കുറിച്ച് പറയാൻ പാടില്ല. 10. ദിവ്യനാമ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും പൂർണ്ണ വിശ്വാസമില്ലാതെ വീണ്ടും ഭൗതികാസക്തി പുലർത്തുന്നതും അശ്രദ്ധമായി നാമം ജപിക്കുന്നതും അപരാധമാണ്. തന്നെ ഒരു വൈഷ്ണവൻ എന്ന് അവകാശപ്പെടുന്ന ഓരോ ഭക്തനും അഭിലഷിക്കുന്ന കൃഷ്ണപ്രേമം എന്ന പരമോന്നത ലക്ഷ്യം നേടുന്നതിനായി ഈ 10 അപരാധങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. എന്തായാലും മാതാജിയുടെ കൂടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു അല്ലേ? 10 അപരാധങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഈ 10 അപരാധങ്ങളിൽ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അഡീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഈ വൈഷ്ണവ ഗീതങ്ങൾക്കകത്ത് നോക്കിയാണോ മാതാജി വായിച്ചത്? അതിനകത്ത് നോക്കിയാണ് അല്ലേ? പക്ഷെ ഒരു കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ അതിന്റെ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നോക്കിക്കോളൂ. ഈ ദുർഗ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ അതൊന്നും ഇല്ല. പിന്നെ പിന്നെ ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഇതില്ല, പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ അതൊന്നും ഇല്ല. 10 എണ്ണം, അതായത് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, നമ്മളെ ഭക്തി രസാമൃത സിന്ധുവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന 10 അപരാധങ്ങൾ. പിന്നെ ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ എന്താണ് പറയുന്നത്, ഈ മംഗളാരതി സോങ് ഗുരു അഷ്ടകം, അതാണ്. ഞാനത് ഷെയർ ചെയ്യാം. സംസരദാവാനലലിടലോക ത്രണയ കാരുണ്യ ഘന ഘന ത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം
മഹാപ്രഭോ കീർത്തന നൃത്യ ഗീത വാദിത്ര്യമാദ്യാൻ മനസോരസേന രോമാഞ്ചകം പാശ്രുതരംഗഭാജോ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം ശ്രീവിഗ്രഹാരാധന നിത്യനാന ശൃംഗാരതന്മന്ദിരമാർജനാദൗ യുക്തസ്യ ഭക്താംശ്ച നിയുഞ്ജതോപി വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം ചതുർവിധ ശ്രീ ഭഗവത് പ്രസാദോ സാധ്വന്നതൃപ്താൻ ഹരിഭക്ത സംഗാൻ കൃത്വൈവ തൃപ്തിം ഭജത സദൈവ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം ശ്രീരാധികാ മാധവയോരപാര മാധുര്യലീലാ ഗുണരൂപനാംനാം പ്രദക്ഷിണാസ്വാദനലോലുപസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ശ്രീരാധികാ മാധവയോർ, അതാണ്. ശ്രീരാധികാ മാധവയോരപാര മാധുര്യലീലാ ഗുണരൂപനാംനാം പ്രദക്ഷിണാസ്വാദനലോലുപസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. അത് ആരെങ്കിലും ഒരാളെന്ന് ഏറ്റുപാടിക്കോളൂ. ആരാണിപ്പം? ഞാൻ കേട്ടാ മാതാജി. ശ്രീരാധിക. ശ്രീരാധിക. മാധവയോരപാര മാധുര്യലീലാ ഗുണരൂപനാഭ്യാം പ്രദക്ഷിണാസ്വാദനലോലുപസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം നികുഞ്ജയൂനോ അതായത് എടുത്തില്ല മാതാജി. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീരാധികാ മാധവയോർ ആത്മീയ ഗുരു എല്ലായ്പ്പോഴും രാധിക മാധവന്മാരുടെ അസംഖ്യങ്ങളായ മാധുര്യ ലീലകൾ, ഗുണങ്ങൾ, നാമങ്ങൾ, രൂപങ്ങൾ എന്നിവ കേൾക്കുന്നതിലും ആസ്വദിക്കുന്നതിലും ഉത്സുകനാകുന്നു. ഇപ്രകാരമുള്ള ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ആത്മീയ ഗുരു എങ്ങനെയുള്ള ആത്മീയ ഗുരു ആയിരിക്കണം? ഇത് ഗുരു അഷ്ടകമാണ്, ഗുരുവിനെ പറ്റിയുള്ളതാണ്. ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും, ഇസ്കോണിന്റെ ക്ഷേത്രങ്ങളിലും വെളുപ്പിനെ 4 മണിക്ക് ഈ പറയുന്ന ഇതാണ് ഗുരുവഷ്ടകം അല്ലെങ്കിൽ മംഗളാരതി സോങ് ഉണ്ടാകുന്നതാണ്. അപ്പം നമുക്ക് ലോകത്തിൽ എല്ലായിടത്തും ഈ പറയുന്ന സോങ്, കാരണം 33 കോടി ദേവന്മാരും ഒരേ സമയം പ്രത്യക്ഷപ്പെടുവാണ് ഈ ഒരു ഗുരുവാരതി കേൾക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഗുരു പ്രസന്നനായി കഴിഞ്ഞാൽ എന്താണ്, ഭഗവാനും പ്രസന്നനാകും എന്നാണ് നമ്മൾ ലാസ്റ്റ് സമ്മറിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ആത്മീയ ഗുരു എല്ലായ്പ്പോഴും രാധികാ മാധവന്മാരുടെ അസംഖ്യമായ മാധുര്യ ലീലകൾ, ഗുണങ്ങൾ, നാമങ്ങൾ, രൂപങ്ങൾ എന്നിവ കേൾക്കുന്നതിലും, അദ്ദേഹം കേൾക്കുന്നത് മാത്രമല്ല അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹം നമ്മൾക്ക് അത് പറഞ്ഞു തരികയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങൾ ഞാൻ പ്രണമിക്കുന്നു. അടുത്തത് നികുഞ്ജയൂനോരതി കേളി സിദ്ധ്യൈ നിരപേക്ഷണീയ തത്രാദിദാക്ഷ്യാത് അതിവല്ലഭസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നികുഞ്ജയൂനോരതി കേളി സിദ്ധ്യൈ നിരപേക്ഷണീയ തത്രാദിദാക്ഷ്യാത് അതിവല്ലഭസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ആരാണ്? ഞാൻ അബിയ മാതാജി. വായിക്കാം. ആരെങ്കിലും വായിച്ചോട്ടെ, ശബ്ദമില്ല. ശ്രദ്ധയില്ല. എന്നാ രതിദേവി മാതാജി. എന്നാ രാധിക മാതാജി ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. വായിച്ചോളൂ. അപേക്ഷണീയ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം.
നികുഞ്ചയൂനോരതികേളി സിദ്ധ്യൈ യായാലുഭീർയുക്ത് നിരപേക്ഷണി. അവിടെ അങ്ങനെയാണ് നിർത്തുന്നത്. യുക് നിരപേക്ഷണി. ആ എന്നുള്ള ഇല്ല കേട്ടോ. യുക് നിരപേക്ഷണീയ എന്നാണ് വായിക്കുന്നത്. തത്രാദി അപേക്ഷണീയ ബുക്കിൽ എഴുതിയിരിക്കുന്നു പ്രഭു. ആ അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ ആചാര്യന്മാരൊക്കെ വായിക്കുന്നതായിട്ട് എങ്ങനെയാണ്, മാതാജി ഒരു യൂട്യൂബോടെ കേട്ട് നോക്കിയുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ വായിക്കുന്നത് എങ്ങനെയാ, യായാലുഭീർയുക്ത് നിരപേക്ഷണീ. ആറ് സൈലന്റ് ആണ്. തത്രാദിദാശ്യാത് അതിവല്ലഭസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. എന്താണ് അത് പ്രഭുജി ആ രണ്ടാമത്തെ വരി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഇതിനകത്ത് കിടക്കുന്ന എങ്ങനെയല്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് വായിച്ചു. നികുഞ്ചയൂനോരതികേളി സിദ്ധ്യൈ യായാലുഭീർയുക്ത് നിരപേക്ഷണീയ. ലീ ആണ്, ലൂ ആണ് അല്ലേ. നിരപേക്ഷണി. ആറ് സൈലന്റ് ആണ്. ആറ് നമ്മള് ഉള്ളിൽ തന്നെ, വായുടെ ഉള്ളിൽ തന്നെ വെക്കണം. യുക്തിരപേക്ഷണീയ എന്നല്ല, യുക് നിര. യായാലി എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രഭു. യായാലുഭീർ. യായാലുഭീർ. ലൂ യായാലിഫിർ യുക്തിർ അപേക്ഷണീയ. യായാലിഫിർ യുക്തിർ. ലൂ ഇല്ല, യായാലിഫ്. അതെ അതെ അതെ. യായാലിർ യുക്ത്. യായാലിഭീർയുക്ത് നിരപേക്ഷണീയ തത്രാദിദാക്ഷ്യാത് അതിവല്ലഭസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. വൃന്ദാവനത്തിലെ നികുഞ്ചങ്ങളിൽ രാധാകൃഷ്ണന്മാരുടെ മാധുര്യ പ്രേമ വ്യവഹാരങ്ങൾക്ക് ആവശ്യമായ ഹരേ കൃഷ്ണ. ഇല്ലില്ല, കണ്ടില്ല, ഞാൻ ക്ലാസ്സിലാണ്. ഇപ്പൊ തീരും. ഇല്ല, 6 മണിക്ക് പറ്റത്തില്ല. ഒരു 10 മിനിറ്റ് കൂടെ, 10 മിനിറ്റ് കൂടെ എടുക്കും. 10 മിനിറ്റ് കൂടെ എങ്കിലും എടുക്കും. ഞാൻ ഇപ്പൊ ക്ലാസ് തീരാൻ ഒരു 5 മിനിറ്റ് കൂടെ എടുക്കും. അതെയോ? ഞാൻ നോക്കട്ടെ, ഞാൻ ഇത് തീരട്ടെ, പെട്ടെന്ന് ഞാൻ വിളിക്കാം. അപ്പൊ എന്താണ് യായാലുഭീർ? അപ്പം എന്താണ്, വൃന്ദാവനത്തിലെ നികുഞ്ചങ്ങളിൽ രാധാകൃഷ്ണന്മാരുടെ മാധുര്യ പ്രേമ വ്യവഹാരങ്ങൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യുന്ന ഗോപികമാരെ സഹായിക്കുന്നതിൽ ആത്മീയ ഗുരു നിപുണനാണ്. അതിനാൽ ആത്മീയ ഗുരു ഭഗവാന്റെ അത്യന്തം പ്രിയങ്കരനാണ്. എന്തുകൊണ്ടാണ് ആത്മീയ ഗുരു അത്യന്തം പ്രിയങ്കരനായി മാറിയത്? ഭഗവാന് വൃന്ദാവനത്തിലെ നികുഞ്ചങ്ങളിൽ രാധാകൃഷ്ണന്മാരുടെ മാധുര്യ പ്രേമ വ്യവഹാരങ്ങൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യുന്ന ഗോപികമാരെ സഹായിക്കുന്നതിൽ ആത്മീയ ഗുരു നിപുണനാണ്. കാര്യം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഗോപികമാരുടെ ദാസാനു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഗോപികമാരാണ് ഭഗവാൻ അത്യന്തം പ്രിയങ്കരായിട്ടുള്ള ഭക്തര്. അപ്പൊ അവരെ സേവിക്കുന്നതിൽ, അവരുടെ ആ ഒരു പാത പിന്തുടർന്ന് ഭഗവാനെ സേവിക്കാനായിട്ടാണ് ഈ പറയുന്ന ഗുരു താല്പര്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആധ്യാത്മ ഗുരു ഭഗവാൻ അത്യന്തം പ്രിയങ്കരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അടുത്തത്, സാക്ഷാൽ ധരിത്വേന സമസ്ത ശാസ്ത്രൈർ യുക്തസ്തദാ ഭാവദേവ സദ്ഭി കിന്തു പ്രഭൂയാ പ്രിയേവ തസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. സാക്ഷാൽ ധരിത്വേന സമസ്ത ശാസ്ത്രൈർ യുക്തസ്തദാ ഭാവദേവ സദ്ഭി കിന്തു പ്രഭൂയാ പ്രിയേവ തസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ആർക്കാണ് പാടാൻ പറ്റുന്നത്? വിലാസിനി മാതാജി. സമസ്ത ശാസ്ത്രേ ഉച്ചതദാ ഭവ്യത ഏവ സജ്ജീം കിന്തു പ്രഭോര്യാ പ്രിയേവ തസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. അപ്പം
അത് ശ്രദ്ധിച്ചോണേ. സാക്ഷാത്രിത്വേന സമസ്ത ശാസ്ത്രൈർ യുക്തസ് എന്നാണ്, ഉക്തസ് എന്ന് പറയാറില്ല. ആ ഇറ് കഴിഞ്ഞിട്ട് യു ആണ് വരുന്നത്. സമസ്ത ശാസ്ത്രേ യുക്തസ്തത ഊ ആണല്ല പറയുന്നത്. യുക്തസ്തതാ ഭാവ്യദേവ സദ്ഭി കിന്തു പ്രകോര്യ പ്രിയേവ തസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്മീയ ഗുരു ഭഗവാന്റെ വിശ്വസ്ത സേവകനായതിനാൽ ഭഗവാന് തുല്യം ആദരണീയനാണ്. ഇത് എല്ലാ സാധുശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നു. എല്ലാ സാധുശാസ്ത്രങ്ങളും പറയുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ആധ്യാത്മിക ഗുരു ഭഗവാന്റെ വിശ്വസ്ത സേവകനായതിനാൽ ഭഗവാന് തുല്യം ആദരണീയ. ഭഗവാൻ ആണെന്നല്ല പറയുന്നത്, ഭഗവാന് തുല്യം ആദരണീയനാണ്. അതുകൊണ്ട് ഇപ്രകാരം ഭഗവാൻ ഹരിയുടെ ആധികാരികനായ പ്രതിനിധിയായ ആത്മീയ ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്താണ്? ഹരിയുടെ ആധികാരികനായ പ്രതിനിധിയാണ്. അതായത് ഹരി പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് അതേപടി പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം ഹരിയുടെ പ്രതിനിധി ആയതുകൊണ്ട് ഹരിയുടെ അത്രയും തന്നെ നമ്മൾ അദ്ദേഹത്തിന് പ്രാധാന്യത്തോടു കൂടി അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കണം. അങ്ങനെയുള്ള ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാദരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇനി ലാസ്റ്റ് ഇതാണ്: യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാന്നഗതി കുതോപി ധ്യായൻ സ്തുവൻ തസ്യ യേശസ്ത്രീസന്ധ്യം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാൻ നഗതി കുതോപി ധ്യായൻ സ്തുവം തസ്യ യേശസ്ത്രീസന്ധ്യം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ആർക്കാണ് പാടാൻ പറ്റുന്നത്? ചൊല്ലണോ? ആ മാതാജി. ഭഗവത് പ്രസാദോ യസ്യ യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാൻ നഗതി കുതോപി രണ്ടാമത്തെ രണ്ടാമത്തെ വരിയിൽ അപ്രസാദ എന്നാണ് അല്ലെ? ആ എഫ് പോലത്തത്. യസ്യ പ്രസാദാൻ നഗതി കുതോപി ധ്യായൻ സ്തുവം തസ്യ യേശസ്ത്രീസന്ധ്യം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നോട് ഇന്റർവ്യൂവിന് ചോദിച്ചതാണിത്. ഇത് ലാസ്റ്റ് ഏതാന്ന് ചോദിച്ചപ്പോഴത്തേന് ഞാൻ അതിന് മുൻപത്തെ പറഞ്ഞു സാക്ഷാത്കാരിത്വം എന്ന്. ഇത് പറയാൻ വിട്ടുപോയി. എത്ര വർഷങ്ങളായിട്ട് ഞാനിത് കാണാതെ ഇത് ജപിക്കുന്നതാണെന്നറിയാം. കാണാതെ പാടുന്ന പാട്ടാണ്. എന്നിട്ടൂടെ എനിക്ക് ആ സമയത്ത് ലാസ്റ്റ് ലൈൻ കിട്ടിയില്ല. സാക്ഷാൽ ദരിദ്രം തന്നെ പറഞ്ഞു ഇന്റർവ്യൂവിന്. പിന്നെ അതിന്റെ അർത്ഥവും ചോദിച്ചു. അർത്ഥം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല. എന്താണത്? ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യത്തിലാണ് ഒരുവന് കൃഷ്ണന്റെ അനുഗ്രഹം കിട്ടുന്നത്. അതാണ് യസ്യ പ്രസാദോ ഭഗവത് പ്രസാദ. ആത്മീയ ഗുരുവിന്റെ കാരുണ്യത്താലാണ് ഒരുവന് കൃഷ്ണന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. ആത്മീയ ഗുരുവിന്റെ കാരുണ്യം ഇല്ലാത്ത ഒരുവന് ആത്മീയ പുരോഗതി കൈവരിക്കാനാവില്ല. അപ്പൊ ഗുരുവിന്റെ കൃപയില്ലാതെ ഒരുത്തർക്കും എന്താണ് ആധ്യാത്മിക മാർഗത്തിൽ പുരോഗതി കൈവരിക്കാനായിട്ടാവില്ല. അതിനാൽ ഒരുവൻ ഒരു ദിവസം 3 നേരമെങ്കിലും ആത്മീയ ഗുരുവിനെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്രകാരമുള്ള ആധ്യാത്മിക ഗുരുവിന്റെ ചരണാരവിന്ദങ്ങളിൽ ഞാൻ സാദരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ 3 നേരം, അതാണ് ത്രിസന്ധ്യ എന്ന് പറഞ്ഞ 3 നേരമെങ്കിലും 3 സന്ധ്യാസമയങ്ങളിലെങ്കിലും നമ്മൾ ഈ പറയുന്ന ഈ മംഗളാരതി സോങ് ജപിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ രാവിലെ മാത്രമേ ഉള്ളൂ, 3 നേരം എങ്കിലും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ്? ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യത്താലാണ് ഒരുവന് കൃഷ്ണന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം ഇല്ലാത്ത ഒരുവന് ആത്മീയ പുരോഗതി കൈവരിക്കാനേ സാധിക്കുകയില്ല. കാരണം എന്താണ്? ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടിയാണ് ആധ്യാത്മിക ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവാനിലേക്ക് എത്താനായിട്ടുള്ള ഒരു മീഡിയേറ്ററാണ് ആധ്യാത്മിക ഗുരു. അപ്പൊ ആധ്യാത്മിക ഗുരു ഭഗവാന് തുല്യം തന്നെ ആദരണീയനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃപ കിട്ടാനായിട്ട് ഒരുവൻ 3 നേരമെങ്കിലും ആധ്യാത്മിക ഗുരുവിനെ സ്മരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 3 നേരമെങ്കിലും സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം.
ഇപ്രകാരമുള്ള ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാദരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇനി ഞാൻ ആദ്യത്തെ പല ക്ലാസ്സുകളിൽ എല്ലാവരും നിങ്ങൾ എക്സിറ്റ് ആയി പോയത് കാരണം ഞാൻ ഒന്നുകൂടെ ആദ്യം മുതൽ ഞാനത് ചെല്ലാം. അത് ചെല്ലുന്ന ട്യൂണ് നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളത് നോക്കി മനസ്സിലാക്കണം. അതിൻ്റെ അകത്തെ കൂട്ടി വായിക്കുന്ന സംഭവങ്ങൾ അതിൽ ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഞാനത് സ്ലോയിൽ ഒന്ന് പാടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ആകാൻ പെട്ടെന്ന് തന്നെ. സംസാരദാവാ നലലിടലോക ത്രണയ കാരുണ്യ ഘന ഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം മഹാപ്രഭോ കീർത്തന നൃത്യ ഗീത വാദിത്ര്യമാദ്യാൻ മനസ്സുരസേന രോമാഞ്ചകമ്പാശ്രുതരംഗ ഭാജോ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം ശ്രീവിഗ്രഹാരാധനനിത്യനാനാ ശൃംഗാരതന്മന്ദിരമാർജനാദൗ യുക്തസ്യ ഭക്താംശ്ച നിയുഞ്ജതോപി വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം ചതുർവിധാ ശ്രീ ഭഗവത്പ്രസാദോ സാധ്വന്ന തൃപ്താൻ ഹരിഭക്തസംഘാൻ കൃത്വൈവ തൃപ്തിം ഭജത സദൈവ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം ശ്രീരാധികാമാധവയോരപാര മാധുര്യലീലാ ഗുണരൂപനാംനാം പ്രദക്ഷിണാസ്വാദനലോലുപസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം നികുഞ്ചയൂനോ ഹൃദികേളി സിദ്ധ്യൈ യായാലിഭിര്യുക്തനിരപേക്ഷണീയാ തത്രാദിദാക്ഷ്യാത് അതിവല്ലഭസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം സാക്ഷാദ്ധരിത്വേന സമസ്തശാസ്ത്രൈർ യുക്തസ്തദാ ഭാവ്യദേവ സത്ഭി കിന്തു പ്രഭോര്യാ പ്രിയേവ തസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാൻ നഗതി കുതോപി ധ്യായൻ സ്തുവന്തസ്യ യേശസ്ത്രിസന്ധ്യം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും അത് ചൊല്ലി പഠിക്കുക. ഗുരു അഷ്ടകം, ശ്രീ ഗുരു അഷ്ടകം വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറാണ് അത് രചിച്ചത്. അപ്പൊ അത് ചൊല്ലി അത് പഠിക്കുക നന്നായിട്ട്. അത് അതിന്റെ ട്യൂണ് നമ്മളത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത്രയും വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൂടെ എനിക്ക് അതിന്റെ ട്യൂണൊന്നും കിട്ടുന്നില്ല. കാര്യം നമ്മൾ എന്താണ് ആരതി രാവിലെ മംഗളാരതി ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് വരും. ട്യൂണൊന്നും നോക്കിയല്ല ജപിക്കുന്നത്. എന്നിട്ട് കൂടി നമുക്ക് അത് അതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാലോ, അത് ഒന്നുകൂടി എടുത്തൊരാൾ ചോദ്യം ചോദിച്ചാലോ, അതിന്റെ ഇത്രാമത്തെ 4ാമത്തെ സ്റ്റാൻസ് എത്രയാണ്, 8ാമത്തെ ഏതാണ്, ലാസ്റ്റത്തേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എൻ്റെയൊക്കെ സ്ഥിതി. അപ്പൊ അതുകൊണ്ട് ഞാനിത് യൂട്യൂബൊക്കെ കേട്ടിട്ട് കുറേ അതിന്റെ കൂടെ നിന്ന് ചൊല്ലിയൊക്കെയാണ് പഠിച്ചത്. പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റില്ല. ഡെയിലി നമ്മളത് ജപിക്കണം. രാവിലെ തന്നെ നോക്കി ഞാനത് ബുക്കൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട്
അതിനൊരു മടങ്ങി പോകാതിരിക്കാൻ ഒരു അടയാളമൊക്കെ വെച്ചിട്ട് ആണ് ഞാൻ ആരതി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യ കാലങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുക്കില്ലാതെ ആയി. ആദ്യം ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അറിയാമായിരുന്നു, പക്ഷെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ കൊറേ സ്റ്റാൻസ് ഒക്കെ കുറച്ചൊക്കെ അറിയാം പ്രഭു. ക്ലാസ്സുകളിൽ ചൊല്ലണതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതെ അല്ലേ. ആഹാ. അപ്പം അതുപോലെ മായാപൂര് മംഗളാരതി ഇത് രണ്ടു ഭാഗത്തും ഇങ്ങനെ ചൊല്ലണ കേൾക്കാൻ എന്തൊരു സുഖം അറിയോ. ആ മായാപൂര് മംഗളാരതി അത് കേൾക്കേണ്ടത് തന്നെയാ. ആ മായാപൂർ TV ഉണ്ട്, രാവിലെ അത് ഓണാക്കിയാൽ മതി. അതിലെ മംഗളാരതി കൂടെ അറ്റൻഡ് ചെയ്യണം, നല്ല ഇതായിരിക്കും. മായാപൂര് പോയപ്പോ രണ്ടു ഭാഗത്തും അപ്പുറത്ത് രാധാകൃഷ്ണന്റെ അഷ്ടസഖികളും ഇപ്പുറത്ത് ചൈതന്യ മഹാപ്രഭുവായിട്ട് രണ്ടു ഭാഗത്തും ഒരേ സമയത്ത്. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇത് പഠിക്കുക. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിന്റെ ആണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പഠിക്കുക എല്ലാവരും. അതിന്റെ ട്യൂണൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. എന്ന് പറഞ്ഞാൽ എനിക്കൊരു കളരാകം ട്യൂണും ഇല്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ പ്രാക്ടീസിന് ശേഷമാണ് എനിക്കത് ഇത്രയെങ്കിലും അത് പറയാനായിട്ട് പറ്റിയത്. എല്ലാ ഗുരുക്കന്മാരുടെയും ശിക്ഷാഗുരുക്കന്മാരുടെയും കൃപ കൊണ്ട്. അപ്പൊ നിങ്ങളും അതൊക്കെ പഠിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ് നിർത്താം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച്ച പതിനാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവതി की जय, अनंतकोटि आचार्य वृंद की जय, नामाचार्य हरिदास ठाकुर की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंतकोटि वैष्णव की जय, गौर प्रमानंदी हरि हरि बोल. ഹരേ കൃഷ്ണ. അച്ഛന് സുഖം. അച്ഛനുണ്ട്, അച്ഛന് കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. സുഖാണോ അച്ഛന്? കേൾക്കുന്നില്ല, മ്യൂട്ടിലാണ്. മ്യൂട്ടിലാണ്. അച്ഛൻ മറുപടി പറഞ്ഞു സുഖാണെന്ന്. അവിടെ മൈക്ക് ഓൺ ആക്കേണ്ട അച്ഛൻ അറിയില്ല. ചേച്ചി വന്ന് കൊടുക്കണം. പ്രഭു